ഹലോ, എന്തൊക്കെയുണ്ട്? പഠിത്തമൊക്കെ ഏതുവരായി? ഓക്കെ, നമുക്ക് എക്സാം വളരെ 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 അടുത്തിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് പഠിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു നോക്കണം. എല്ലാം ചെയ്ത് വളരെ അടിപൊളിയായിട്ട് പഠിച്ചിട്ട് നമ്മൾ എക്സാം ഹാളിലേക്ക് കയറി പോകാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മളിന്ന് ഡീൽ ചെയ്യുന്നത് പ്ലസ് ടുവിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, ഡ്വൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ. മോഡേൺ ഫിസിക്സ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ വരുന്ന ഒരു ചാപ്റ്ററാണ് മോഡേൺ ഫിസിക്സ്. മോഡേൺ ഫിസിക്സിൽ മെയിൻ ആയിട്ട് വരുന്ന ലാസ്റ്റ് 4 ചാപ്റ്റേഴ്സ്: ഡ്വൽ നേച്ചർ, ആറ്റംസ്, ന്യൂക്ലിയസ്, പിന്നെ നമ്മുടെ സെമി കണ്ടക്ടർ ആണെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഈ 4 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിൽ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യം. അതായത്, എന്താണ് ഈ ഡ്വൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ലൈറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ലൈറ്റിന് 2 നേച്ചർ ഉണ്ട്. നമുക്കറിയാവുന്ന ലൈറ്റ് വേവ് ആണ്, ലൈറ്റ് വേവ് ആയിട്ടാണ് നമ്മൾ പറയാം. പക്ഷേ ലൈറ്റിന് എന്ത് നേച്ചറും ഉണ്ട്? പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്. ലൈറ്റിന് പിന്നെ എന്ത് നേച്ചറും ഉണ്ട്? വേവ് നേച്ചറും ഉണ്ട്. അപ്പൊ ലൈറ്റിന്റെ പാർട്ടിക്കിൾ നേച്ചറും ലൈറ്റിന്റെ വേവ് നേച്ചറും പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ഇത്. ആദ്യം നമ്മൾ എന്ത് പഠിക്കും? ലൈറ്റിന്റെ പാർട്ടിക്കിൾ നേച്ചർ പഠിക്കും. പിന്നീട് നമ്മൾ എന്ത് പഠിക്കും? ലൈറ്റിന്റെ വേവ് നേച്ചർ പഠിക്കും. അപ്പൊ ഈ ചാപ്റ്റർ മൊത്തം ഡീൽ ചെയ്യുന്ന അതാണ്, ഡ്വൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ. ഡ്വൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ, അതായത് മാറ്ററിന്റെ വേവ് നേച്ചറും വേവിന്റെ പാർട്ടിക്കിൾ നേച്ചറും. മാറ്റർ പാർട്ടിക്കിൾസിന്റെ വേവ് നേച്ചറും തിരിച്ച് വേവിന്റെ പാർട്ടിക്കിൾ നേച്ചറും. അപ്പൊ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് എന്താണ്? നമ്മൾ ലൈറ്റ് വേവിന്റെ പാർട്ടിക്കിൾ നേച്ചറാണ്. സിമ്പിൾ ചാപ്റ്റർ ആണ്. അപ്പൊ ഇതിൽ ഞാൻ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയാം. പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ് വേവ് ആണ് നമ്മൾ ആദ്യം പറയുന്നത്. അപ്പൊ ലൈറ്റിന്റെ പാർട്ടിക്കിൾസിനെ നമ്മളൊരു പേര് വിളിക്കും. ലൈറ്റിന്റെ പാർട്ടിക്കിൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോട്ടോൺസ്. ഫോട്ടോൺസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ: ക്വാണ്ട ഓഫ് എനർജി ഓഫ് ലൈറ്റ്, അല്ലെങ്കിൽ നമ്മൾ പാക്കറ്റ് ഓഫ് എനർജി ഓഫ് ലൈറ്റ് എന്ന് വിളിക്കും. പാക്കറ്റ് ഓഫ് എനർജി ഓഫ് ലൈറ്റ്, അല്ലെങ്കിൽ ക്വാണ്ട ഓഫ് എനർജി ഓഫ് ലൈറ്റ്, അല്ലെങ്കിൽ ബണ്ടിൽ ഓഫ് എനർജി ഓഫ് ലൈറ്റ് എന്നൊക്കെ നമ്മൾ എന്തിനെ വിളിക്കും? ലൈറ്റിന്റെ പാക്കറ്റ് ആയിട്ടുള്ള ഫോട്ടോനെ വിളിക്കും. അപ്പൊ ലൈറ്റിന്റെ പാർട്ടിക്കിൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോട്ടോൺസ്. ഈ ഫോട്ടോനെ കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞത് നമ്മുടെ സ്വന്തം ഐൻസ്റ്റീൻ ആണ്. ഈ ഫോട്ടോണിന്റെ എനർജി E=hν ആയിരിക്കും എന്ന് ഐൻസ്റ്റീൻ പറഞ്ഞു. H എന്താണ്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. ന്യൂ എന്താണ്? ന്യൂ ഇസ് എ ഫ്രീക്വൻസി. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു hc/λ ആയിരിക്കും എന്നും ആര് പറഞ്ഞു? ഐൻസ്റ്റീൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ ഫോട്ടോണിനെ കുറിച്ച് ആദ്യമായിട്ട് ഒരു നിർവചനം കൊടുത്തത്, അല്ലെങ്കിൽ എനർജിക്ക് ഒരു നിർവചനം കൊടുത്തത് ആരാണ്? ഐൻസ്റ്റീൻ ആണ്. ഐൻസ്റ്റീൻ പറഞ്ഞു E=hc/λ. എനർജി ആണ് ഇത്, ഇത്രയാണ്, ഈക്വേഷൻ ആണ് എന്നാര് പറഞ്ഞു? നമ്മുടെ ഐൻസ്റ്റീൻ പറഞ്ഞു. അപ്പോ ഇതിൽ C എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. ലാംഡ എന്താണ്? വേവ് ലെങ്ത് ആണ്. H എന്താണ്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ എനർജി ഇത്ര ആയിരിക്കും എന്നുള്ളത് ഐൻസ്റ്റീൻ പറഞ്ഞു. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ഫോട്ടോണെ ഇവിടെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുക? അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആണ്. അതായത്, ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. അതായത്, ഞാനൊരു മെറ്റൽ സർഫസ് എടുത്തു. ഇതൊരു മെറ്റൽ സർഫസ് ആണ്. ആൻഡ് ഈ മെറ്റൽ സർഫസിലേക്ക് ഒരു ഫോട്ടോൺ വന്നിടിക്കുകയാണ്, അല്ലെങ്കിൽ ലൈറ്റ് വേവ് വന്നിടിക്കുകയാണ്. അപ്പൊ ഈ ഫോട്ടോൺ വന്നിടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ഈ മെറ്റൽ സർഫസിൽ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഫ്രീ ഇലക്ട്രോൺസ് ഈ മെറ്റൽ സർഫസിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നു. എങ്ങനെ ചാടുന്നു? ഈ ഫോട്ടോൺ വന്നിടിക്കുമ്പോൾ അതിന്റെ എനർജി കൊണ്ട് ഈ ഇലക്ട്രോൺസ് പുറത്തേക്ക് ചാടുന്നു. ആൻഡ് ദിസ് ഇസ് കോൾഡ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ, അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് വിളിക്കും? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് വിളിക്കും. അപ്പൊ ഇതിനെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് വിളിക്കാം? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് വിളിക്കാം. When a light of suitable frequency falls on a metal surface, electrons are emitted from it. This phenomenon is called photoelectric effect. When light of suitable frequency falls on a metal surface, electrons are emitted from it. This phenomenon is called
ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. അപ്പൊ അതാണ് നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഇലക്ട്രോൺസ് പുറത്തേക്ക് ചാടുന്നു. യെസ്. അപ്പൊ ഈ ഇലക്ട്രോൺ പുറത്തേക്ക് ചാടണമെങ്കിൽ അങ്ങനെ ഇങ്ങനെയുള്ള ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്താൽ ഒരിക്കലും ഈ നമ്മുടെ ഇലക്ട്രോൺസ് പുറത്തേക്ക് ചാടില്ല. ഒരു പ്രത്യേക എനർജി ഉള്ള ഫോട്ടോൺ വന്ന് ഇൻസിഡന്റ് ചെയ്താൽ മാത്രമേ ലൈറ്റ് എന്ത് ചെയ്യുള്ളൂ, പുറത്തേക്ക് ചാടുള്ളൂ. ആ പ്രത്യേക എനർജി ഗിവൺ ഫോർ എമിറ്റിംഗ് ഫോട്ടോ ഇലക്ട്രോൺസ്, മിനിമം അത്ര എനർജി ഉള്ള ഫോട്ടോൺ വന്ന് ഇൻസിഡന്റ് ചെയ്താലേ ആര് പുറത്തേക്ക് ചാടുള്ളൂ, ഇലക്ട്രോൺസ് പുറത്തേക്ക് ചാടുള്ളൂ. ആൻഡ് ദാറ്റ് എനർജി ഈസ് കോൾഡ് വർക്ക് ഫംഗ്ഷൻ. വർക്ക് ഫംഗ്ഷൻ എന്ന് വിളിക്കും. അപ്പൊ എന്താണ് വർക്ക് ഫംഗ്ഷൻ? ദ മിനിമം എനർജി റിക്വയർഡ് ടു ഫ്രീ ആൻ ഇലക്ട്രോൺ ഫ്രം എ മെറ്റൽ സർഫസ്. അതിനെയാണ് എന്ത് എന്ന് വിളിക്കുക, വർക്ക് ഫംഗ്ഷൻ എന്ന് വിളിക്കുക. ദ മിനിമം എനർജി റിക്വയർഡ് ടു ഫ്രീ ആൻ ഇലക്ട്രോൺ ഫ്രം എ മെറ്റൽ സർഫസ്. ഒരു മെറ്റൽ സർഫസിന് ഇലക്ട്രോണെ ഫ്രീ ആക്കാൻ നമ്മൾ ആ മെറ്റൽ സർഫസിന് കൊടുക്കേണ്ട മിനിമം എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ. അതിനെ നമ്മൾ എന്ത് വെച്ച് റെപ്രസെന്റ് ചെയ്യും? 5-0 വെച്ച് റെപ്രസെന്റ് ചെയ്യും. ആ 5-0ന്റെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോ. ആ 5-0ന്റെ ഇക്വേഷൻ ആണ് h nu 0. ആ 5-0ന്റെ മറ്റൊരു ഇക്വേഷൻ ആണ് hc by lambda 0. h nu 0 അല്ലെങ്കിൽ hc by lambda 0. അതാണ് ആ 5-0ന്റെ ഇക്വേഷൻ. ഇനി nu 0 എന്താണ്? nu 0നെ നമ്മൾ വിളിക്കുന്ന പേര്, അത് ഫ്രീക്വൻസി ആണെന്ന് നമുക്കറിയാം, പക്ഷേ ഒരു പ്രത്യേക പേര് നമ്മൾ വിളിക്കുന്നു. ആ ഫ്രീക്വൻസിയെ വിളിക്കുന്ന പേര് ത്രഷോൾഡ് ഫ്രീക്വൻസി. ആ ഫ്രീക്വൻസിയെ വിളിക്കുന്ന പേര് ത്രഷോൾഡ് ഫ്രീക്വൻസി. ലാംഡ 0 വേവ് ലെങ്ത് ആണെന്ന് നമുക്കറിയാം, പക്ഷെ ആ വേവ് ലെങ്തിനെ നമ്മൾ വിളിക്കുന്ന പേര് ത്രഷോൾഡ് വേവ് ലെങ്ത്. ത്രഷോൾഡ് വേവ് ലെങ്ത്. അപ്പോ nu 0 ആയി, ലാംഡ 0 ആയി. h ആരാ നമുക്കറിയാം, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. c സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. അപ്പൊ ദിസ് ഈസ് ദ വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് വർക്ക് ഫംഗ്ഷൻ. വർക്ക് ഫംഗ്ഷൻ സിമ്പിൾ അല്ലേ? 5-0 is equal to h nu 0 hc by lambda 0. മിനിമം എനർജി റിക്വയർഡ് ടു ഫ്രീ ആൻ ഇലക്ട്രോൺ ഫ്രം എ മെറ്റൽ സർഫസ്. അതിനെ എന്തെന്ന് വിളിക്കും? വർക്ക് ഫംഗ്ഷൻ എന്ന് വിളിക്കും. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? when a light of suitable frequency falls on a metal surface, electrons are emitted from it. This phenomenon is called photoelectric effect. സിമ്പിൾ അല്ലേ? ആൻഡ് ഇനി എന്ത് സംഭവിക്കും? അപ്പൊ ഇതിന്ന് ഇലക്ട്രോൺ പുറത്തേക്ക് ചാടും, ഇലക്ട്രോൺ മൂവ് ചെയ്യും. ആൻഡ് ഇലക്ട്രോൺ മൂവ് ചെയ്ത് കഴിഞ്ഞ് ഒരു കൈനറ്റിക് എനർജി വെച്ച് ഇലക്ട്രോൺ ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പൊ ഇതിനെല്ലാം കണക്ട് ചെയ്ത് നമ്മുടെ ഐൻസ്റ്റീൻ ഒരു ഇക്വേഷൻ പറഞ്ഞു. അതിനെയാണ് നമ്മൾ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്ന് വിളിക്കുക. എന്താണ് വിളിക്കുക? ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. വളരെ സിമ്പിൾ ആണ് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. അപ്പൊ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഇതൊരു മെറ്റൽ സർഫസ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇതിലേക്ക് ഒരു ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യാണ്. ഇതിലേക്ക് ഒരു ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യാണ്. ലൈറ്റിന്റെ എനർജി നമ്മൾ നേരത്തെ പറഞ്ഞു. ലൈറ്റിന്റെ എനർജി എത്രയാ? E is equal to h nu. ഫോട്ടോണിന്റെ എനർജി എത്രയാ? E is equal to h nu. അത് വന്നിടിക്കുമ്പോൾ ഇതിൽ നിന്ന് ഇലക്ട്രോൺസ് പുറത്തേക്ക് ചാടുന്നു. ആൻഡ് നമ്മൾ ഇലക്ട്രോൺ പുറത്തേക്ക് ചാടണമെങ്കിൽ കുറച്ച് എനർജി മെറ്റൽ സർഫസിന് കൊടുക്കണം. ആ എനർജിയെ വിളിക്കുന്ന പേര് വർക്ക് ഫംഗ്ഷൻ. യെസ്, സിമ്പിൾ അല്ലേ? അപ്പൊ എല്ലാത്തിനെയും കണക്ട് ചെയ്ത് നമ്മുടെ ഐൻസ്റ്റീൻ ഒരു ഇക്വേഷൻ പറഞ്ഞു. ഐൻസ്റ്റീൻ വളരെ സിമ്പിൾ ആയിട്ടാണ് ഇക്വേഷൻ പറഞ്ഞത്. യെസ്, ആ ഇക്വേഷൻ വളരെ സിമ്പിൾ ആയിരുന്നു. ഐൻസ്റ്റീൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ഇവിടെ ഉപയോഗിച്ചു. അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചു. അതായത് വന്നിടിക്കുന്ന ഫോട്ടോണിന്റെ എനർജി ഓഫ് ദി ഫോട്ടോൺ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി വന്നിടിക്കുന്ന ഫോട്ടോണിന്റെ എനർജി ഉപയോഗിക്കും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ എഴുതാം. എനർജി ഓഫ് ദി ഫോട്ടോൺ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഒന്ന് നമ്മൾ കുറച്ച് എനർജി ആർക്ക് കൊടുക്കണം? മെറ്റൽ സർഫസിന് കൊടുക്കണ്ടേ? അതിനെ നമ്മൾ വിളിക്കുന്ന പേര് വർക്ക് ഫംഗ്ഷൻ. വർക്ക് ഫംഗ്ഷൻ എന്ന് വിളിക്കില്ലേ? കുറച്ച് എനർജി നമ്മൾ എന്തിനു കൊടുക്കണം? മെറ്റൽ സർഫസിന് കൊടുക്കണം. അതിനെ വിളിക്കുന്ന പേര് വർക്ക് ഫംഗ്ഷൻ. പ്ലസ് കുറച്ച് എനർജി നമ്മൾ എന്തിനു കൊടുക്കണം? ബാക്കിയുള്ള എനർജി നമ്മൾ എന്തിനു കൊടുക്കണം? ഈ എമിറ്റഡ് ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറില്ലേ? ഈ എമിറ്റഡ് ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറും. മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺസ്. ഇതാണ് ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. വളരെ സിമ്പിൾ അല്ലേ? എനർജി ഓഫ് ദി ഫോട്ടോൺ രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഒന്ന്, വർക്ക് ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. രണ്ട്, ഈ എമിറ്റ് ചെയ്ത ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നു. സിമ്പിൾ അല്ലേ? അപ്പോ നമുക്ക് ഇതിനെ വേറൊരു ഫോർമുല ആയിട്ട് എഴുതാം. h nu is equal to energy of a photon is equal to 5-0 work function plus half m v max square. half m v max square അല്ലെങ്കിൽ h nu is equal to
ന് പകരം നമുക്ക് എന്ത് എഴുതാം, എച്ച് ന്യൂ സീറോ പ്ലസ് ഞാൻ കെ ഇ മാക്സ് എന്ന് എഴുതിയിട്ടോ. കെ ഇ മാക്സ് കൈനറ്റിക് എനർജി മാക്സിമം എപ്പോഴും നമ്മൾ ഹാഫ് എം ഇ മാക്സ് സ്ക്വയർ എഴുതേണ്ട ആവശ്യമില്ല. ആൻഡ് ഇത് നമുക്ക് വേറെ രീതിയിൽ എഴുതാം, എച്ച് സി ബൈ ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ സീറോ പ്ലസ് കെ ഇ മാക്സ്. ആൻഡ് ഇതും ഒരു ഇക്വേഷൻ ആണ്. ഇനി നമ്മൾ നേരെ വഴിയെ പോയാൽ ഒരു ഇക്വേഷൻ കാണും, അത് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് പറയട്ടെ. ഇവിടെ കൈനറ്റിക് എനർജി കെ ഇ മാക്സ് എന്ന് പറയുന്നത് ഇ വി സീറോന് ഈക്വൽ ആയിരിക്കും. കെ ഇ വി സീറോ ഒന്നുമില്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട് വർക്ക് ഡൺ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ എനർജി ഇസ് ഈക്വൽ ടു ക്യു വി എന്ന് എനിക്ക് എഴുതിക്കൂടെ, എനർജി ഇസ് ഈക്വൽ ടു ക്യു വി എന്ന് എനിക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിന്റെ എനർജി എനിക്ക് ഇ ഇൻറ്റു പൊട്ടൻഷ്യലിന് പകരം ഞാൻ ഒരു സ്പെഷ്യൽ പൊട്ടൻഷ്യൽ എടുത്തു, ഇ വി സീറോ, വേർ വി സീറോ ഇസ് കോൾഡ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അത് നമ്മൾ വഴിയെ പറയേ എന്താണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന്. ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ. ഞാനൊരു ഇക്വേഷൻ കൂടി ഇവിടെ എഴുതുന്നു, കൈനറ്റിക് എനർജിയെ റീപ്ലേസ് ചെയ്ത് ഞാനൊരു ഇക്വേഷൻ കൂടി എഴുതുന്നു, എച്ച് ന്യൂ ഇസ് ഈക്വൽ ടു 5 പ്ലസ് EV0, where V0 is a stopping potential and E is the charge of electron, fundamental charge. എന്താണ് fundamental charge? 1.6 into 10 raised to minus 19 coulomb. എല്ലാവർക്കും അറിയാലോ 1.6 into 10 raised. അപ്പൊ ഇത്രയും ഇക്വേഷൻസും എന്തിൽ വരുന്നതാണ്? ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷനിൽ വരുന്നതാണ്. യെസ്, വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ എനർജി ഓഫ് എ ഫോട്ടോൺ നമ്മൾ രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഒന്ന് വർക്ക് ഫംഗ്ഷൻ കൊടുക്കാൻ ഉപയോഗിക്കുന്നു, രണ്ട് മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഫോട്ടോ ഇലക്ട്രോൺസ് ആയിട്ട് മാറുന്നു. അപ്പൊ രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു, ആ കാര്യം ക്ലീൻ ആയിട്ട് കഴിഞ്ഞു. നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ പറഞ്ഞു. ഓക്കെ, ഇനി ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആദ്യമായിട്ട് പ്രൂവ് ചെയ്യുന്നത് രണ്ട് സയന്റിസ്റ്റുകൾ ചേർന്ന് ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടാണ്. ഞാൻ റഫ് ആയിട്ട് പെട്ടെന്ന് ഇതിന്റെ ഒരു തിയറി പറഞ്ഞു പോവാണ്. ഹൾവാക്ക് ആൻഡ് ലെനാർഡ് എക്സ്പെരിമെന്റ്. നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി, എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും തിയറി അറിയാമെന്ന്, പക്ഷെ ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഹൾവാക്ക് ആൻഡ് ലെനാർഡ് എക്സ്പെരിമെന്റ് ടു പ്രൂവ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് പ്രൂവ് ചെയ്തത് ആരാണ്? ഹൾവാക്കും ലെനാർഡും ചേർന്നാണ്. അവരുടെ എക്സ്പെരിമെന്റ് വളരെ സിമ്പിൾ ആണ്. യെസ്, എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവരൊരു ഗ്ലാസ് ട്യൂബ് എടുത്തു, ഒരു വാക്വം ട്യൂബ് എടുത്തു. വാക്വം ട്യൂബ് എടുത്തിട്ട് ഒരു ചെറിയ ഓട്ട വെച്ചു, ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യാൻ ചെറിയൊരു ഓട്ട വെച്ച് അവർ ഈ വാക്വം ട്യൂബിന്റെ സെറ്റപ്പ് ഇത് ഇങ്ങനെ വെച്ചു. ആൻഡ് ഇവിടെ അവരൊരു പ്ലേറ്റ് വെച്ചു, ആൻഡ് ഇവിടെയും അവരൊരു പ്ലേറ്റ് വെച്ചു. യെസ്, ഈ പ്ലേറ്റിനെ അവർ എമിറ്റർ പ്ലേറ്റ് എന്ന് വിളിച്ചു. എമിറ്റർ. യെസ്, ഈ പ്ലേറ്റിനെ അവർ കളക്ടർ പ്ലേറ്റ് എന്ന് വിളിച്ചു, കളക്ടർ. ആൻഡ് ഇത് കാത്തോഡ്, ഇത് ആനോഡ്. യെസ്, ആൻഡ് ഇതിലേക്ക് ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്തു, പുറമേ നിന്ന് ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നുണ്ട്, എച്ച് ന്യൂ ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യും. ഇവർക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഈ സർക്യൂട്ടിന്റെ പുറത്തേക്ക് കണക്ട് ചെയ്തു, ഒരു വോൾട്ട് മീറ്ററും കണക്ട് ചെയ്തു, ഒരു അമ്മീറ്ററും കണക്ട് ചെയ്തു, ആൻഡ് ഒരു റിയോസ്റ്റാറ്റും കണക്ട് ചെയ്തു, ആൻഡ് ഒരു എക്സ്റ്റേണൽ പൊട്ടൻഷ്യലും അവർ കൊടുത്തു, എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും കൊടുത്തു. ആൻഡ് ദിസ് ഇസ് എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഓഫ് ഹൾവാക്ക് ആൻഡ് ലെനാർഡ്. യെസ്, ഇനി അവർ ചെയ്ത പരിപാടി ജസ്റ്റ് പറയാം. ഇതിൽ ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇലക്ട്രോൺ എന്ത് ചെയ്യും? പുറത്തേക്ക് ചാടും, കളക്ടറിൽ എത്തും, നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. അവർ ചെയ്ത 4 സംഭവങ്ങൾ ഞാൻ പറയാം വളരെ സിമ്പിൾ ആയിട്ട്. ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇവര് നമ്മുടെ ആനോഡ് പൊട്ടൻഷ്യൽ, കളക്ടർ പ്ലേറ്റ് പൊട്ടൻഷ്യൽ, ആനോഡ് പൊട്ടൻഷ്യൽ, അതായത് ഇവിടുത്തെ പൊട്ടൻഷ്യൽ കൂട്ടി പോയി. ആനോഡ് പൊട്ടൻഷ്യൽ കൂട്ടി പോയി. അപ്പൊ ആനോഡ് പൊട്ടൻഷ്യൽ അവർ കൂട്ടി പോയി. അപ്പൊ കാണാൻ കഴിഞ്ഞ കാഴ്ച, ആനോഡ് പൊട്ടൻഷ്യൽ കൂട്ടി പോയാൽ സ്വാഭാവികമായിട്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടി പോകും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടി പോയാൽ സ്വാഭാവികമായിട്ടും കറണ്ട് കൂടി പോകും, അല്ലെ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്. നമ്മൾ ഓംസ് ലോയിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെ? സ്വാഭാവികമായിട്ടും കറണ്ട് കൂടി പോകും. കറണ്ട് കൂടി പോയി. ഫൈനലി കറണ്ട് എന്തായി? സാച്ചുറേറ്റഡ് ആയി. ആ കറണ്ടിനെ അവരൊരു പേര് വിളിച്ചു, സാച്ചുറേഷൻ കറണ്ട്. അങ്ങനെ കറണ്ട് സാച്ചുറേറ്റഡ് ആയി, ആ കറണ്ട് ഒരു പേര് വിളിച്ചു, സാച്ചുറേഷൻ കറണ്ട്. വളരെ സിമ്പിൾ അല്ലേ? ഇനി അവർ ചെയ്ത രണ്ടാമത്തെ പരിപാടി അവര് ആനോഡ് പൊട്ടൻഷ്യല് കുറച്ച് കൊണ്ടുവന്നു. ആനോഡ് പൊട്ടൻഷ്യൽ കുറഞ്ഞു വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറയും. അപ്പൊ സ്വാഭാവികമായിട്ടും കറണ്ട് കുറയും. കറണ്ട് കുറഞ്ഞ് 0 ആയി.
ആ കറണ്ട് സീറോ ആവുന്ന ആ ഒരു പൊട്ടൻഷ്യൽ, ആനോഡ് പൊട്ടൻഷ്യലിനെ അവർ V0 എന്ന് വിളിച്ചു. ആ പൊട്ടൻഷ്യലിനെ അവർ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് വിളിച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ടേംസ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഒന്ന് സാച്ചുറേഷൻ കറണ്ടും രണ്ട് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും. സാച്ചുറേഷൻ കറണ്ടും എന്താണെന്ന് ഞാൻ പറഞ്ഞു, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും എന്താണെന്ന് ഞാൻ പറഞ്ഞു. യെസ്. ഇനി അവരെന്ത് ചെയ്തു? മൂന്നാമത്തെ സംഭവം, അവർ ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു മാനദണ്ഡം എടുത്തു. എന്നിട്ട് ഫ്രീക്വൻസി എന്ത് ചെയ്തു? ഓരോ ഫ്രീക്വൻസിയിലും ലൈറ്റ് ഇങ്ങനെ ഇൻസിഡന്റ് ചെയ്യിച്ച് നോക്കി. അപ്പൊ അവർ കണ്ടൊരു കാഴ്ച, ഒരു പ്രത്യേക ഫ്രീക്വൻസി ന്യൂ0ന് മുകളിൽ ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്താൽ മാത്രമേ ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നുള്ളൂ. ഇവിടുന്ന് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യണമെങ്കിൽ ഒരു പ്രത്യേക ഫ്രീക്വൻസിയുടെ മുകളിൽ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്യണം. ആ ഫ്രീക്വൻസി അവർ വിളിച്ച പേര് ത്രഷോൾഡ് ഫ്രീക്വൻസി. ആ ഫ്രീക്വൻസി അവർ വിളിച്ച പേര് ത്രഷോൾഡ് ഫ്രീക്വൻസി. ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്താൽ മാത്രമേ ഫോട്ടോ ഇലക്ട്രോൺസ് പുറത്തേക്ക് ചാടുന്നുള്ളൂ. ആ പ്രത്യേക ഫ്രീക്വൻസി അവർ വിളിച്ച പേര് ത്രഷോൾഡ് ഫ്രീക്വൻസി. ദ മിനിമം ഫ്രീക്വൻസി ഓഫ് ദ ഇൻസിഡന്റ് റേഡിയേഷൻ above which photoelectric emission occurs. The minimum frequency of the incident radiation above which photoelectric emission occurs. Threshold frequency. നാലാമത് അവർ കണ്ടൊരു കാര്യം, അവർ വേവ് ലെങ്ത് മാറ്റി നോക്കി. അപ്പോ ഫ്രീക്വൻസി മിനിമം ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വേവിന്റെ വേവ് ലെങ്ത് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കില്ലേ? അപ്പോൾ അവിടെ സിമ്പിൾ ആയിട്ട് അങ്ങനെ ചിന്തിക്കാം. അല്ലെങ്കിൽ ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം, ആ ഒരു വേവ് ലെങ്ത് ഇങ്ങനെ വേരി ചെയ്ത് നോക്കി. അപ്പോ ഒരു പ്രത്യേക വേവ് ലെങ്ത് വരെയുള്ള ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്താൽ മാത്രമേ എന്ത് നടക്കുന്നുള്ളൂ? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുന്നുള്ളൂ. അതിന്റെ താഴെയുള്ള വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ചെയ്താൽ മാത്രമേ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുന്നുള്ളൂ. അതിന്റെ മുകളിൽ ഉദാഹരണത്തിന് 3 മീറ്റർ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് വരെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുന്നുള്ളൂ. 4 മീറ്റർ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് വന്നാൽ എന്ത് നടക്കുന്നില്ല? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു? അവർ ആ വേവ് ലെങ്തിനെ ഒരു പേര് വിളിച്ചു, ത്രഷോൾഡ് വേവ് ലെങ്ത്. ആ വേവ് ലെങ്തിനെ ഒരു പേര് വിളിച്ചു, ത്രഷോൾഡ് വേവ് ലെങ്ത്. അപ്പോ ഒരു പ്രത്യേക വേവ് ലെങ്ത് വരെ എന്ത് നടക്കുന്നുള്ളൂ? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുന്നുള്ളൂ. ഒരു പ്രത്യേക വേവ് ലെങ്ത് വരെ നടക്കുന്നുള്ളൂ. അതിന് മുകളിൽ വന്ന് നടക്കുന്നില്ല. ഒരു മിനിമം ഫ്രീക്വൻസിയുടെ മുകളിൽ മാത്രമേ നടക്കുന്നുള്ളൂ. ആ ഫ്രീക്വൻസി ത്രഷോൾഡ് ഫ്രീക്വൻസി. യെസ്. അവർക്ക് അത് കിട്ടിയ 4 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഇതാണ്. ഒന്ന് ത്രഷോൾഡ് ഫ്രീക്വൻസി, ത്രഷോൾഡ് വേവ് ലെങ്ത്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആൻഡ് സാച്ചുറേഷൻ കറണ്ട്. എന്താണ് സാച്ചുറേഷൻ കറണ്ട്? മാക്സിമം വാല്യൂ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. അതാണ് നമ്മുടെ സാച്ചുറേഷൻ കറണ്ട്. എന്താണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ? the potential at which current becomes zero. അല്ലെ, the anode potential at which current becomes zero. It is called stopping potential. കറണ്ടിനെ സീറോ ആക്കുന്ന പൊട്ടൻഷ്യൽ. എന്താ ത്രെഷോൾഡ് ഫ്രീക്വൻസി? The minimum frequency above which photoelectric emission occurs. എന്താ ത്രെഷോൾഡ് വേവ് ലെങ്ത്? The maximum wavelength up to which photoelectric emission occurs. സിമ്പിൾ അല്ലേ? ഞാൻ വേണമെന്ന് വെച്ചിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്ത് ഈ ചിത്രം ഇവിടെ വരച്ച് തന്ന് ഇവിടെ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത്. ഇത് ജസ്റ്റ് PDF ആയിട്ട് കാണിച്ചാൽ നിങ്ങൾക്ക് എഫക്റ്റീവ്നെസ് ഉണ്ടാവില്ല. ഇത്ര ഞാൻ ജസ്റ്റ് വായിച്ചു വിടുകയുള്ളൂ. അപ്പൊ ഇത് കൃത്യമായിട്ട് നിങ്ങളുടെ തലയിലേക്ക് കയറാനാണ് ഞാൻ എന്ത് ചെയ്ത് ഈ സർക്യൂട്ട് ഞാനിവിടെ വരച്ചത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സർക്യൂട്ട് പഠിച്ചു വയ്ക്കുക. അപ്പൊ ഈ ഹാൾവാർക്ക് ആൻഡ് ലെനാർഡ് എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്തിട്ട് ഒരു 4-5 ഗ്രാഫ് അവർ വരച്ചു. വളരെ സിമ്പിൾ ആയിട്ടുള്ള 4-5 ഗ്രാഫ്. ആദ്യത്തെ ഗ്രാഫ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് എഫക്റ്റ് ഓഫ് intensity on current. Effect of intensity of light ആണ്. Intensity of light on photo current. ഞാൻ കുറച്ച് ഗ്രാഫുകൾ വരയ്ക്കാം. സിമ്പിൾ ഗ്രാഫുകളാണ്. ഇന്റൻസിറ്റിക്ക് ഫോട്ടോ ഇലക്ട്രിക് കറണ്ടുമായിട്ടുള്ള ബന്ധം എന്താണ്? യെസ്, വളരെ സിമ്പിൾ ബന്ധമാണ്. ആ ബന്ധം ഇവിടെ നോക്കിക്കോ. ഞാൻ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് y ആക്സിസിൽ എടുത്തു, ഇന്റൻസിറ്റി ക്യാപിറ്റൽ I x ആക്സിസിൽ എടുത്തു. അവർ തമ്മിലുള്ള ബന്ധം ഇത്രേ ഉള്ളൂ, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. ദാറ്റ് ഈസ് intensity is directly proportional to photo current. അല്ലെ, കറണ്ട് ഫോട്ടോ കറണ്ട് എന്നാണ് ഞാൻ ആ കറണ്ടിനെ വിളിക്കുക. സിമ്പിൾ അല്ലേ? ഇന്റൻസിറ്റി എന്തിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്? ഫോട്ടോ കറണ്ടിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ് എന്ന് എനിക്ക് കിട്ടി. സിമ്പിൾ അല്ലേ? അടുത്ത ഗ്രാഫ്, എഫക്റ്റ് ഓഫ് ആനോഡ് പൊട്ടൻഷ്യൽ ഓൺ ഫോട്ടോ കറന്റ്. രണ്ടാമത്തെ ഗ്രാഫാണ് ഇഫക്റ്റ് ഓഫ് ആനോഡ് പൊട്ടൻഷ്യൽ ഓൺ ഫോട്ടോ കറന്റ്. യെസ്, സിമ്പിൾ ഗ്രാഫാണ് ഇത്. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്. ആനോഡ് പൊട്ടൻഷ്യലും ഫോട്ടോ കറണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ്? അപ്പൊ ഞാൻ ഇവിടെ എന്ത് വരച്ചേ? ഗ്രാഫ് വരച്ചേ. യെസ്, വരച്ചു. ആൻഡ് ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ y ആക്സിസിൽ ഞാൻ ഫോട്ടോ കറണ്ട് എടുത്തു. ആൻഡ് ഇവിടെ ഞാൻ ആനോഡ്
പൊട്ടൻഷ്യൽ എടുത്തേ, ഞാൻ ആനോഡ് പൊട്ടൻഷ്യൽ എടുത്തു. യെസ്, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇത് എൻ്റെ ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ എന്നെടുത്തു. ഈ 0ന് മുകളിലുള്ളതിനൊക്കെ ഞാൻ എന്തെടുത്തു, ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ എന്നെടുത്തു. ആൻഡ് ഇങ്ങോട്ടുള്ളതൊക്കെ ഞാൻ എന്തെടുത്ു, റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ എന്നെടുത്തു. ഇങ്ങോട്ടുള്ളതൊക്കെ ഞാൻ റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ എന്നെടുത്തു. റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ. ഇത് ആദ്യത്തെ ഗ്രാഫ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ വരയ്ക്കാൻ പോവാണ്. ആൻഡ് ഇത് കൂടുന്തോറും നമ്മുടെ ആനോഡ് പൊട്ടൻഷ്യൽ കൂടുന്തോറും കറണ്ട് കൂടി വരുന്നു. ഫൈനലി ഇറ്റ് ഗെറ്റ് സാച്ചുറേറ്റഡ്. ആൻഡ് ഈ കറണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേര്, ദിസ് കറണ്ട് ഇസ് കോൾഡ് സാച്ചുറേഷൻ കറണ്ട്. സിമ്പിൾ അല്ലേ? കറണ്ട് പിന്നെ എന്ത് ചെയ്യുന്നില്ല, കൂടുന്നില്ല. യെസ്, ആറ്റ് ആനോഡ് പൊട്ടൻഷ്യൽ കുറച്ച് വരുമ്പോൾ കറണ്ടും കുറഞ്ഞു വരുന്നു. ഫൈനലി ഇറ്റ് ബിക്കംസ് 0. ആൻഡ് 0 ആവുന്ന ആ പൊട്ടൻഷ്യലിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. സിമ്പിൾ ഗ്രാഫ് അല്ലേ? കറണ്ട് കൂടി പോകുന്നു, ആനോഡ് പൊട്ടൻഷ്യൽ കൂടി പോകുമ്പോൾ കറണ്ട് കൂടി വരുന്നു. ഫൈനലി സാച്ചുറേറ്റഡ്. ആനോഡ് പൊട്ടൻഷ്യൽ കുറഞ്ഞു വരുമ്പോൾ കറണ്ട് കുറഞ്ഞു വരുന്നു. ഫൈനലി ബിക്കംസ് 0. ആൻഡ് ആ പൊട്ടൻഷ്യലിനെ വിളിക്കുന്ന പേര് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ആൻഡ് രണ്ടാമത്തെ ഗ്രാഫ്. മൂന്നാമത്തെ ഗ്രാഫ് നമ്മുടെ വരയ്ക്കാം. മൂന്നാമത്തെ ഗ്രാഫ്, effect of intensity on photocurrent. Effect of intensity on photocurrent. Intensity of light on saturation current. photocurrent അല്ല, saturation current. അത് നമ്മൾ ഓൾറെഡി വരച്ചില്ലേ? യെസ്, saturation current. വളരെ സിമ്പിൾ ഗ്രാഫാണ്. അപ്പൊ ഞാനിവിടെ വരച്ചു. ഇതെന്റെ എക്സ് ആക്സിസ്, ഇതെന്റെ വൈ ആക്സിസ്. ഇവിടെ ഞാൻ ഫോട്ടോ കറണ്ട് എടുത്തു. ഇത് ഞാൻ ആനോഡ് പൊട്ടൻഷ്യൽ എടുത്തു. ഇവിടെ ഞാൻ ആനോഡ് പൊട്ടൻഷ്യൽ എടുത്തു. യെസ്, ആനോഡ് പൊട്ടൻഷ്യൽ. ആൻഡ് ആനോഡ് പൊട്ടൻഷ്യൽ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള അല്ലെങ്കിൽ പ്രത്യേക ഇന്റൻസിറ്റിയിലുള്ള ലൈറ്റും ആദ്യം കാണിച്ചു. യെസ്, ഇതാണ് എൻ്റെ ഗ്രാഫ്. ഞാൻ മുകളിൽ വരച്ച അതേപോലെ. ആൻഡ് ദിസ് ഈസ് V0 ആൻഡ് ദിസ് ഈസ് V0 ആൻഡ് ദിസ് ഈസ് I1 ഫോർ എ ഗിവൺ ഇന്റൻസിറ്റി I1. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ എന്റെ ഇന്റൻസിറ്റി കൂട്ടി പോവാണ്. അപ്പൊ കണ്ടൊരു കാഴ്ച, ഇന്റൻസിറ്റി മാറുമ്പോൾ സാച്ചുറേഷൻ കറണ്ടിന്റെ വാല്യൂ മാറുന്നുണ്ട്. പക്ഷേ ഈ വാല്യൂ ഇല്ലേ, ഇതല്ലേ സാച്ചുറേഷൻ കറണ്ട് IS. അപ്പൊ സാച്ചുറേഷൻ കറണ്ടിന്റെ വാല്യൂ മാറുന്നുണ്ട്. പക്ഷേ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നില്ല, വേരി ചെയ്യുന്നില്ല, കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കും. ദാറ്റ് മീൻസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വേരിയേഷൻ ഇല്ല, പക്ഷേ എന്ത് മാറുന്നുണ്ട്, സാച്ചുറേഷൻ കറണ്ട് മാറുന്നുണ്ട്. ഫോർ എ ഗിവൺ ഇന്റൻസിറ്റി I2 സാച്ചുറേഷൻ കറണ്ട് മാറിയില്ലേ. ആൻഡ് വീണ്ടും ഫോർ എ ഗിവൺ ഇന്റൻസിറ്റി I3 എന്റെ എന്ത് മാറുന്നില്ല, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറുന്നില്ല. പക്ഷേ എന്ത് മാറുന്നുണ്ട്, സാച്ചുറേഷൻ കറണ്ട് മാറുന്നുണ്ട്. അപ്പൊ ഹിയർ I3 ഗ്രേറ്റർ ദാൻ ഇന്റൻസിറ്റി, I3 ഗ്രേറ്റർ ദാൻ I2 ഗ്രേറ്റർ ദാൻ I1. ഇവിടെ ഇന്റൻസിറ്റി മാറുമ്പോൾ സാച്ചുറേഷൻ കറണ്ട് മാറുന്നുണ്ട്, പക്ഷേ എന്ത് മാറുന്നില്ല, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറുന്നില്ല. ഈ ഗ്രാഫിൽ നമ്മൾ എന്ത് കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചു, ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചു. ഈ ഗ്രാഫിൽ ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആയി വെച്ച് നമ്മൾ എന്ത് മാറ്റി നോക്കുകയാണ്, ഇന്റൻസിറ്റി മാറ്റി നോക്കുകയാണ്. അപ്പോൾ ഇന്റൻസിറ്റി മാറുന്നുണ്ട്, ഇന്റൻസിറ്റി മാറുമ്പോൾ സാച്ചുറേഷൻ കറണ്ട് മാറുന്നുണ്ട്. ആൻഡ് പക്ഷേ എന്ത് മാറുന്നില്ല, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ മാറുന്നില്ല. പ്രധാനപ്പെട്ട റിസൾട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടി. ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാമേ. Intensity depends on saturation current. Intensity depends on saturation current. Does not depend on സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. സിമ്പിൾ അല്ലേ? ഇന്റൻസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ സാച്ചുറേഷൻ കറന്റ്, ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ആൻഡ് this experiment is done, or this graph is done keeping frequency constant. ഇവിടെ എന്താണ് കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്, ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്തത്. യെസ്, അടുത്ത ഗ്രാഫ് ഏതാണ്? നാലാമത്തെ ഗ്രാഫ്, ഇഫക്റ്റ് ഓഫ് ഫ്രീക്വൻസി ഓൺ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഫ്രീക്വൻസിയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും തമ്മിലുള്ള ബന്ധം. വളരെ സിമ്പിൾ ഗ്രാഫുകളല്ലേ? ഇതിന്റെ ജസ്റ്റ് ഈ ഐഡിയാസ്, ഞാൻ ഈ പറഞ്ഞ ഐഡിയാസ് മാത്രം പഠിച്ചാൽ മതി, എക്സാമിന് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ പറ്റും. യെസ്, ഫ്രീക്വൻസിയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ സിമ്പിൾ ആണ്, സിമ്പിൾ റിലേഷൻ ആണ്. യെസ്, എന്താ റിലേഷൻ? എന്ത് റിലേഷൻ ആണ് അവിടെ ഉള്ളത്? യെസ്, എന്ത് റിലേഷൻ? ഇവിടെ നോക്കിക്കോ.
ഇത് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ആണ്. ഇത് ആനോഡ് പൊട്ടൻഷ്യൽ, ഇത് ആനോഡ് പൊട്ടൻഷ്യൽ. ഓക്കെ, ആക്സലറേറ്റിംഗ് പൊട്ടൻഷ്യൽ, റിട്ടാർഡിംഗ് പൊട്ടൻഷ്യൽ, അത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഞാൻ ആദ്യം വരച്ചു ഫോർ എ ഗിവൺ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V0, ഫോർ എ ഗിവൺ സാച്ചുറേഷൻ കറണ്ട് IS വരച്ചു, ഫോർ എ ഗിവൺ ഫ്രീക്വൻസി ν1. യെസ്, ഇവിടെ നമ്മൾ എന്ത് കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചു? ഇന്റൻസിറ്റി ഈസ് കെപ്റ്റ് കോൺസ്റ്റന്റ്. ഇന്റൻസിറ്റി ഞാൻ അവിടെ എന്തായിട്ട് വെച്ചിരിക്കുന്നുണ്ട്? കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചിരിക്കുന്നുണ്ട്. യെസ്, അപ്പോ ഫ്രീക്വൻസി ν1 എനിക്ക് കിട്ടിയ ഗ്രാഫ് ഇതാണ്. ഞാൻ ഫ്രീക്വൻസി മാറ്റി നോക്കി, ഫ്രീക്വൻസി ഞാൻ ν2 ആക്കി നോക്കി. ഫ്രീക്വൻസി ν2 ആക്കിയപ്പോൾ ഞാൻ കണ്ടൊരു അത്ഭുത കാഴ്ച, എന്ത് മാറുന്നില്ല? സാച്ചുറേഷൻ കറണ്ട് മാറുന്നില്ല, പക്ഷെ എന്ത് മാറുന്നുണ്ട്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വേരിയേഷൻ വന്നു. ഇത് V01 ആണെങ്കിൽ ഇത് V02 ആയി, അല്ലെ? V02 ആയി. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടി. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇൻക്രീസസ്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇൻക്രീസസ് വെൻ ഫ്രീക്വൻസി ഇൻക്രീസസ്, അല്ലെ? ആൻഡ് വീണ്ടും ഞാൻ ν3യിൽ വന്ന് ഇൻസിഡന്റ് ചെയ്തപ്പോൾ സാച്ചുറേഷൻ കറന്റ് സ്റ്റിൽ റിമെയിൻ സെയിം, ബട്ട് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ചേഞ്ച് ചെയ്ത് V03 ആയി. അപ്പോൾ ഇവിടെ ν3 ഗ്രേറ്റർ ദാൻ ν2 ഗ്രേറ്റർ ദാൻ ν1 വന്നപ്പോൾ എന്ത് മാറ്റം വന്നു? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൽ മാറ്റം വന്നു. എന്തിൽ മാറ്റം വന്നില്ല? നമ്മുടെ സാച്ചുറേഷൻ കറണ്ടിൽ മാറ്റം വന്നില്ല. സോ we can write an observation, an important observation. Frequency depends only on stopping potential. Frequency എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? ഓൺലി ഓൺ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ സാച്ചുറേഷൻ കറണ്ട്, അല്ലെ? ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ സാച്ചുറേഷൻ കറണ്ട്. ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ സാച്ചുറേഷൻ കറണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചത് ആരെയാണ്? ഇന്റൻസിറ്റിയാണ്. അതും കൂടി ഓർത്തു വയ്ക്കാം. യെസ്, ആൻഡ് ഒരു ഗ്രാഫ് കൂടി ഞാൻ പറയാം. ആ ഗ്രാഫ് നമുക്ക് ഇവിടെ പറയാം. യെസ്, ഇവിടെ ജസ്റ്റ് ഞാനൊരു ഗ്രാഫ് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ആ ഗ്രാഫ് എന്താന്ന് വെച്ചാൽ ഇഫക്റ്റ് ഓഫ് ഫ്രീക്വൻസി ഓൺ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഒരു പുതിയ ഗ്രാഫ് നമ്മൾ വരയ്ക്കാൻ പോകും. ഒരു പുതിയ ഗ്രാഫ്. ഇഫക്റ്റ് ഓഫ് ഫ്രീക്വൻസി ഓൺ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഞാനൊരു പുതിയ ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. സിമ്പിൾ ഗ്രാഫാണ്. ഞാനിവിടെ യെസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ y ആക്സിസിൽ എടുത്തു, E0, ഫ്രീക്വൻസി x ആക്സിസിൽ എടുത്തു. അപ്പൊ എനിക്ക് ഗ്രാഫ് വന്നപ്പോൾ കാണാൻ കഴിഞ്ഞ കാഴ്ച, എനിക്ക് സ്ട്രെയിറ്റ് ലൈൻ വിത്ത് പോസിറ്റീവ് സ്ലോപ്പ് കിട്ടി. ഫോർ എ മെറ്റൽ A ഇതായിരുന്നു. ആൻഡ് ഫോർ എ മെറ്റൽ B ഞാൻ വരച്ചപ്പോൾ എനിക്ക് സ്ട്രെയിറ്റ് ലൈൻ വിത്ത് പോസിറ്റീവ് സ്ലോപ്പ് കിട്ടി. സെയിം സ്ലോപ്പ്, ബിക്കും എനിക്ക് സെയിം സ്ലോപ്പ് കിട്ടി. പക്ഷേ ഇതിന്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസി ν0 ആയിരുന്നു, ഇതിന്റെ ν0 ഡാഷ് ആയിരുന്നു. യെസ്, അപ്പൊ ഇതിൽ വ്യത്യാസമുണ്ട്. അപ്പൊ കണ്ടൊരു കാഴ്ച, ഗ്രാഫിന്റെ നേച്ചർ നമുക്ക് എങ്ങനെ വന്നു? ഇത് എങ്ങനെയാണ് വന്നത്? അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് മെറ്റീരിയലിന്റെയും, മെറ്റൽ എയുടെയും മെറ്റൽ ബിയുടെയും എന്ത് സെയിം ആണ്? ഇവിടെ സ്ലോപ്പ് സെയിം ആണ്, അല്ലെ? സ്ലോപ്പ് സെയിം ആണ്. അതെങ്ങനെ വന്നു എന്ന് ജസ്റ്റ് ഞാനൊന്ന് പറയാൻ പോവാണ്. വളരെ സിമ്പിൾ ആണ്. ഇവിടെ ഞാൻ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഇത് h nu = φ0 + eV0. യെസ്, അത് ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ പോവാണ്. h nu = φ0 + eV0 ഞാൻ പഠിച്ചു വെച്ച ഇക്വേഷൻ ആണ്. ഞാൻ ആ ഇക്വേഷനിൽ നമ്മുടെ V0നെ അവിടെ നിർത്തിയിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കിയാലോ? V0നെ eV0നെ അവിടെ നിർത്തി φ0നെ ഇങ്ങോട്ട് കൊടുക്കുന്നു. അപ്പൊ എന്ത് വന്നു? eV0 = h nu - φ0. വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. V0നെ അവിടെ നിർത്തി, ഇനെ അങ്ങോട്ട് കൊടുത്തു, h/e × nu - φ0/e. യെസ്, സിമ്പിൾ അല്ലേ? എനിക്കിത് എങ്ങനെ ഇക്വേഷൻ കിട്ടി? ദിസ് ഇക്വേഷൻ ഈസ് സിമിലർ ടു y = mx + c. ഈ ഇക്വേഷൻ ഇതിന് സിമിലർ അല്ലേ? ഇതിൽ നോക്കിക്കോ, കമ്പയർ ചെയ്തോ. y ആക്സിസിൽ ആരാ? V0 അല്ലേ? y ആക്സിസിൽ V0, x ആക്സിസിൽ ന്യൂ അല്ലേ? പ്രശ്നമൊന്നുമില്ല. m എന്താ? സ്ലോപ്പ് ഇവിടെ എന്താണ്? h/e ആണ്. h കോൺസ്റ്റന്റ്, വാല്യൂ എന്താ? 6.6 × 10⁻⁻34. ആൻഡ് ഇ എന്താ? നമ്മുടെ ചാർജ്, അല്ലെ? 1.6 × 10⁻⁻90. ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആവില്ലേ? ആൻഡ് ദാറ്റ് മീൻസ് സ്ലോപ്പ് വിൽ ആൾവേസ് ബി കോൺസ്റ്റന്റ്. ഇവിടെ സ്ലോപ്പ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. സി എന്ന് പറഞ്ഞാൽ എന്താ? y ഇന്റർസെപ്റ്റ് ആണ്. അതായത് നമ്മൾ ഈ ഗ്രാഫിനെ ഇങ്ങനെ നീട്ടി വരച്ചാൽ ഇവിടെ വരുന്ന ഈ പോയിന്റ് ആണ് സി. അതിവിടെ എത്രയാണ്? φ0/e. y ഇന്റർസെപ്റ്റ് എന്ന് നമ്മൾ വിളിക്കും. y ഇന്റർസെപ്റ്റ്
എന്ന് നമ്മൾ വിളിക്കും. യെസ്, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ് വരുന്നത്. സിമ്പിൾ അല്ലേ? എഫക്ട് ഓഫ് ഫ്രീക്വൻസി ഓൺ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഇനി ഈ ഫ്രീക്വൻസി നമ്മുടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വരുന്ന കൈനറ്റിക് എനർജി ഗ്രാഫ് എന്നാലും ഇത് ഓക്കെ ആണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു EV0 അല്ലേ, ആൻഡ് കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു V0 അല്ലേ. അപ്പോൾ V0 സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഉള്ള എല്ലാ സ്ഥലത്തും നമുക്ക് ആരെയും ഉപയോഗിക്കാം, കൈനറ്റിക് എനർജിനെയും ഉപയോഗിക്കാം, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, അപ്പൊ ഈ ഗ്രാഫ് V0 പകരം കൈനറ്റിക് എനർജി തന്നാലും എന്തില്ല, ഒരു പ്രശ്നവുമില്ല, ഈ ഗ്രാഫ് കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ സ്ലോപ്പ് സെയിം ആണ്. ആൻഡ് അടുത്ത ചോദ്യം, ഇവിടെ ഫ്രീക്വൻസി ത്രെഷോൾഡ് ഫ്രീക്വൻസി ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്, ആൻഡ് ഇവിടുത്തെ ത്രെഷോൾഡ് ഫ്രീക്വൻസി ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഏത് മെറ്റീരിയൽ ആണ് മോർ ഫോട്ടോ സെൻസിറ്റീവ്, ഏത് മെറ്റീരിയൽ ആണ് മോർ ഫോട്ടോ സെൻസിറ്റീവ് എന്ന് നമുക്ക് പറയാൻ പറ്റുക? അത് ഇതല്ലേ, എ എന്ന് പറയുന്ന മെറ്റീരിയലല്ലേ. കാരണം ഇത് ചെറിയ ഫ്രീക്വൻസി മതി എന്ത് ചെയ്യാൻ, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ തുടങ്ങാൻ. ഇതിന് കുറച്ചുകൂടി വലുത് വേണ്ടേ? ഇതിനിപ്പോ ഒരു 5 ഹെർട്സ് ഫ്രീക്വൻസി മതിയാവും, പക്ഷെ ഇത് 10 ഹെർട്സിന് ശേഷം എന്ത് തുടങ്ങുള്ളൂ, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ തുടങ്ങുള്ളൂ. കാരണം ഇവിടെ 5 അവിടെ 10 അല്ലേ. അപ്പൊ ഇതാണ് എ ആണ് മോർ ഫോട്ടോ സെൻസിറ്റീവ്. ഏതിനാണ് വർക്ക് ഫംഗ്ഷൻ കൂടുതൽ? വർക്ക് ഫംഗ്ഷൻ കൂടുതൽ ബീനാണ്, കാരണം 10 ആണ് ഇവിടെ. വർക്ക് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ H0 അല്ലേ. H0 ആവുമ്പോൾ ന്യൂ0 ഇതിനല്ലേ കൂടുതൽ, അപ്പോൾ വർക്ക് ഫംഗ്ഷൻ കൂടുതൽ ആർക്കായിരിക്കും, ബിക്കായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. സിമ്പിൾ അല്ലേ? അപ്പൊ ഇത്രയും ഗ്രാഫുകൾ പറഞ്ഞു. അപ്പൊ കൈനറ്റിക് എനർജി നമുക്ക് പകരം ഉപയോഗിക്കാം. എല്ലാം നമുക്ക് ഹാൾവാക്ക് ആൻഡ് ലെനാർഡ് എക്സ്പെരിമെന്റ് എന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി എന്താണ് അപ്ലിക്കേഷൻസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നമുക്ക് പറയാനുള്ളത്? ഒരു ഫോട്ടോ ഇലക്ട്രിക് സെല്ല് നമുക്ക് പറയാം, അതൊരു അപ്ലിക്കേഷൻ ആണ്, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന്റെ അപ്ലിക്കേഷൻ ആണ്. യെസ്, അങ്ങനെ നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കഴിഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താ, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്താണെന്ന് പറഞ്ഞു. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഫാൾസ് ഓൺ എ മെറ്റൽ സർഫസ്, ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് ഫ്രം ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. സിമ്പിൾ അല്ലേ? ഇതിന് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞു. വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഇലക്ട്രോണെ ഒരു മെറ്റലിന് പുറത്തേക്ക് ചാടിക്കണമെങ്കിൽ നമുക്ക് മിനിമം കൊടുക്കേണ്ട എനർജി, അതിനെയാണ് എന്തെന്ന് വിളിക്കുക, വർക്ക് ഫംഗ്ഷൻ എന്ന് വിളിക്കുക. ഇനി ഇലക്ട്രോണെ പുറത്തേക്ക് ചാടിക്കാൻ, ഒരു മെറ്റലിന്റെ ഇലക്ട്രോണെ പുറത്തേക്ക് ചാടിക്കാൻ നമുക്ക് ഫോട്ടോൺ കൊണ്ടൊന്ന് എടുപ്പിച്ചാൽ മാത്രമേ പറ്റുന്നുണ്ടോ? ഇല്ല, മെറ്റൽ ചൂടാക്കിയാൽ മതി. അതിനെ നമ്മൾ തെർമിയോണിക് എമിഷൻ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? തെർമിയോണിക് എമിഷൻ. നമ്മൾ ആ മെറ്റൽ ചൂടാക്കി കഴിഞ്ഞാലും ഇലക്ട്രോൺസിന് എനർജി കിട്ടി ഇലക്ട്രോൺ പുറത്തേക്ക് ചാടും. ആൻഡ് നമ്മൾ നല്ല ഹൈ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുക, അപ്പൊ ഇലക്ട്രോൺസ് പുറത്തേക്ക് ചാടും, അതിനെ ഫീൽഡ് എമിഷൻ എന്ന് വിളിക്കും. ഹൈ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുക. മൂന്നാമത്തെ വഴിയാണ് നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ലൈറ്റ് വന്ന് ഇൻസിഡന്റ് ഈച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രോൺസിനെ പുറത്തേക്ക് ചാടിക്കാം. അത് മൂന്നാമത്തെ വഴിയാണ്. അത് ഇലക്ട്രോണെ പുറത്തേക്ക് ചാടിക്കുക, അത് മാത്രമേ വഴിയെന്ന് വിചാരിക്കരുത്. ആൻഡ് ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ പറഞ്ഞു, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ്, ഈ ഇക്വേഷൻസ് പഠിച്ചു വയ്ക്കുക. വന്ന് ഇടിച്ച ഫോട്ടോണിന്റെ എനർജി രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഒന്ന് വർക്ക് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു, രണ്ട് കൈനറ്റിക് എനർജി മാക്സിമം ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺസിന് ഉപയോഗിക്കുന്നു. ഈ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വയ്ക്കാം, ഇമ്പോർട്ടന്റ് ആണ്. EV0 പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് പിന്നെ നമ്മൾ ഹാൾവാക്ക് ആൻഡ് ലെനാർഡ് എക്സ്പെരിമെന്റ് പറഞ്ഞു, സാച്ചുറേഷൻ കറണ്ട് പറഞ്ഞു, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ പറഞ്ഞു, ത്രെഷോൾഡ് ഫ്രീക്വൻസി, ത്രെഷോൾഡ് വേവ് ലെങ്ത്. ആൻഡ് നമ്മളൊരു 1, 2, 3, 4 ഗ്രാഫ് വരച്ചു, പ്രത്യേകതകൾ പറഞ്ഞു. ഇന്റൻസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ സാച്ചുറേഷൻ കറണ്ട്, ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഫ്രീക്വൻസി ഡിപ്പെൻഡ്സ് ഓൺ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ സാച്ചുറേഷൻ കറണ്ട്. ഇതൊക്കെ അവർക്ക് ആ ഗ്രാഫിൽ നിന്ന് കിട്ടിയ ഒബ്സർവേഷൻസ് ആണ്. ലാസ്റ്റ് ഇവിടെ നമ്മൾ ഈ ഗ്രാഫ് പഠിച്ചു. ഇവിടെ സ്ലോപ്പ് സെയിം ആണ്, സ്ലോപ്പ് ഈസ് ഈക്വൽ ടു h/e കോൺസ്റ്റന്റ് ആണ്. ഫ്രീക്വൻസി is directly proportional to stopping potential. ഫ്രീക്വൻസിക്ക് പകരം എന്തും ഉപയോഗിക്കാം, കൈനറ്റിക് എനർജി ഉപയോഗിക്കാം. ഈ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. യെസ്, അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ലൈറ്റിന്റെ നമ്മുടെ പാർട്ടിക്കിൾസിന്റെ വേവ് നേച്ചർ ആണ്. അതിനെ നമ്മൾ വേവ് നേച്ചർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന സെക്ഷനിൽ പറയാം. വേവ് നേച്ചർ ഓഫ് പാർട്ടിക്കിൾസ് വളരെ സിമ്പിൾ ആണ്. വേവ് നേച്ചർ ഓഫ് പാർട്ടിക്കിൾസ് അത് ആദ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് നമ്മുടെ ഡി ബ്രോഗ്ലി എന്ന് പറയുന്ന ഒരാളാണ്. ആരാണ്? ഡി ബ്രോഗ്ലി. അപ്പൊ ഡി ബ്രോഗ്ലി ആണ് ആദ്യമായിട്ട് ഇങ്ങനൊരു കോൺസെപ്റ്റ് പറഞ്ഞത്. അതായത് നമ്മുടെ ചെറിയ പാർട്ടിക്കിൾസ്, ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, അങ്ങനെയുള്ള ചെറിയ പാർട്ടിക്കിൾസ് ആണ്, പക്ഷെ അവർക്ക് എന്തുണ്ട്, വേവ് നേച്ചർ ഉണ്ട് എന്നുള്ള കോൺസെപ്റ്റ് ആദ്യമായിട്ട് പറഞ്ഞത് ആരാണ്? ഡി ബ്രോഗ്ലി ആണ്. അപ്പൊ ഡി ബ്രോഗ്ലി പറഞ്ഞു, മാറ്റർ പാർട്ടിക്കിൾസ് ലൈക്ക് പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ് എക്സെട്ര എക്സിബിറ്റ് വേവ് നേച്ചർ, ആൻഡ് waves associated with these matter particles are called as matter waves അല്ലെങ്കിൽ ഡി ബ്രോഗ്ലി വേവ്സ് എന്ന് വിളിക്കും. അതിനെ എന്തെന്ന് വിളിക്കും? മാറ്റർ വേവ്സ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഡി ബ്രോഗ്ലി വേവ്സ് എന്ന് വിളിക്കും. അപ്പൊ ഇത് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ വേവ്സിനെ നമ്മുടെ മാറ്റർ പാർട്ടിക്കിൾസിന്റെ വേവ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് മാറ്റർ വേവ്സ് അല്ലെങ്കിൽ ഡി ബ്രോഗ്ലി വേവ്സ് വിളിക്കും. സിമ്പിൾ അല്ലേ? അപ്പോ ഈ ഡി ബ്രോഗ്ലി വേവ്സിന്റെ വേവ് ലെങ്ത് എത്ര ആയിരിക്കും എന്ന് ആര് പറഞ്ഞു? ഡി ബ്രോഗ്ലി പറഞ്ഞു. ആ ഡി ബ്രോഗ്ലി വേവ്സിന്റെ വേവ് ലെങ്ത് ലാംഡ ഇസ് ഈക്വൽ ടു
H/P ആയിരിക്കും എന്ന് ആര് പറഞ്ഞു? ഡി ബ്രോഗ്ലി പറഞ്ഞു. ഇനി ഇവിടെ നോക്കിക്കോട്ടോ, ഈ P എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പോൾ P മാസ് ഇൻറ്റു വെലോസിറ്റി ആയതുകൊണ്ട് ഞാൻ ഈ പിക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടും. ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പൊ ഇതാണ് എൻ്റെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി എനിക്കറിയാം P ഇസ് ഈക്വൽ ടു √2m ഇൻറ്റു കൈനറ്റിക് എനർജിയാണ്. നമ്മൾ പഠിച്ചിട്ടില്ലേ മൊമെന്റം കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റിലേഷൻ. P ഇസ് ഈക്വൽ ടു √2m കൈനറ്റിക് എനർജിയാണ്. അപ്പൊ ഇതും എനിക്കറിയാം. ആൻഡ് ഇതിൽ നിന്ന് നമുക്ക് അടുത്തൊരു റിലേഷൻ കിട്ടും. ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ √2m ഇൻറ്റു കൈനറ്റിക് എനർജി. ഇതാണ് എൻ്റെ അടുത്ത റിലേഷൻ. യെസ്, സിമ്പിൾ അല്ലേ? ആൻഡ് ഈ എന്താണ്? കൈനറ്റിക് എനർജിയാണ്. എം എന്താണ്? മാസ് ആണ്. ഇനി എനിക്കറിയാം, ഞാൻ ഇവിടെ നിന്നാണ് കണ്ടുപിടിക്കുന്നത്, എനർജി ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ചാർജിന്റെ വോൾട്ടേജ് അല്ലേ? ചാർജിന്റെ വോൾട്ടേജ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് മൂന്നാമതൊരു ഇക്വേഷൻ പറയാം. ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ √2m ഇൻറ്റു ചാർജ് ഇൻറ്റു വോൾട്ടേജ്. ഇതാണ് എൻ്റെ അടുത്ത ഇക്വേഷൻ. നല്ല രസല്ലേ? എന്തുവരും? ഇനി ഇത് ഇലക്ട്രോൺ ആണെങ്കിൽ, ഈ സാധനം ഇലക്ട്രോൺ ആണെങ്കിൽ എൻ്റെ എനർജി എന്തുവരും? EV വരില്ലേ? EV. അങ്ങനെയാണെങ്കിൽ ഇത് EV ഫോർ ഇലക്ട്രോൺ. ആർക്ക് മാത്രാണ്? ഇലക്ട്രോൺ മാത്രമാണെങ്കിൽ എൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും? ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ √2m ഇൻറ്റു EV എന്ന് വരില്ലേ? ഈ EV എന്ന് പറയുന്ന സാധനം എച്ച് കോൺസ്റ്റന്റ്, എം മാസ് ഓഫ് ഇലക്ട്രോൺ കോൺസ്റ്റന്റ്, ഈ ചാർജ് ഓഫ് ഇലക്ട്രോൺ കോൺസ്റ്റന്റ്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഫോർ ആൻ ഇലക്ട്രോണിന്റെ കേസിൽ നമ്മൾ ഈ വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എന്നറിയോ? ലാംഡ ഇസ് ഈക്വൽ ടു √150 ഡിവൈഡഡ് ബൈ പൊട്ടൻഷ്യൽ ആങ്സ്ട്രോം. ഇതാണ് എൻ്റെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഫോർ ആൻ ഇലക്ട്രോൺ. കണക്ട് ചെയ്ത് ലാംഡ ഇസ് ഈക്വൽ ടു √150 എന്ന് പറഞ്ഞാൽ 12.27 ആണ്, ഡിവൈഡഡ് ബൈ √V പൊട്ടൻഷ്യൽ ആങ്സ്ട്രോം ആണ്. അല്ലെങ്കിൽ വേറൊരു ഫോമിൽ എഴുതാം, ലാംഡ ഇസ് ഈക്വൽ ടു 1.27 ബൈ √V നാനോമീറ്റർ. ഇത് വേറൊരു ഇക്വേഷൻ ആണ്. ഇതെല്ലാം എന്ത് കണ്ടുപിടിക്കാനുള്ളതാണ്? ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഇക്വേഷൻസ്? യെസ്, ലാംഡ ഇസ് ഈക്വൽ ടു h/p. വളരെ ഇമ്പോർട്ടൻറ്റ്. ലാംഡ ഇസ് ഈക്വൽ ടു h/p ഒന്നാമത്തെ ഇക്വേഷൻ. ദെൻ രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? ലാംഡ ഇസ് ഈക്വൽ ടു h/p ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ ലാംഡ ഇസ് ഈക്വൽ ടു h/mv. രണ്ടാമത്തെ ഇക്വേഷൻ ലാംഡ ഇസ് ഈക്വൽ ടു h/√2me. മൂന്നാമത്തെ ഇക്വേഷൻ. ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ആണ് ഈ കൈനറ്റിക് എനർജി. ലാംഡ ഇസ് ഈക്വൽ ടു h/√2mqv. മൂന്നാമത്തെ ഇക്വേഷൻ. ആൻഡ് ഇലക്ട്രോണിന് സ്പെസിഫിക് ആയിട്ട് ഇലക്ട്രോണിന്റെ ഇക്വേഷൻ എന്താ? ലാംഡ ഇസ് ഈക്വൽ ടു √150 ബൈ V ആങ്സ്ട്രോം. ആൻഡ് ലാംഡ ഇസ് ഈക്വൽ ടു 12.27. അതിൻ്റെ ഇത് ഒക്കെ ആങ്സ്ട്രോമിലാണ്, ഇത് നാനോമീറ്ററിലാണ്. ഇതെല്ലാം പഠിച്ചു വെക്കണം. ആൻഡ് ഇതെല്ലാം എന്താണ്? ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആണ്. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. യെസ്. ഇനി ഇത് ആദ്യമായിട്ട് നമ്മുടെ വേവ് നേച്ചർ ഓഫ് പാർട്ടിക്കിൾസ് പ്രൂവ് ചെയ്തത് നമ്മുടെ സ്വന്തം ആരാണ്? വേവ് നേച്ചർ ഓഫ് പാർട്ടിക്കിൾസ് പ്രൂവ് ചെയ്തത് നമ്മുടെ സ്വന്തം രണ്ടു പേര് ചേർന്നാണ്. അതിൽ ആരാണ് മെയിൻ? ഡേവിസൺ എന്ന് പറയുന്ന ഒരാളും ജർമർ എന്ന് പറയുന്ന ഒരാളും. ഇവര് രണ്ടുപേരുമാണ് വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോൺ പ്രൂവ് ചെയ്തത്. അതിന് നമ്മൾ ഡേവിസൺ ആൻഡ് ജർമർ എക്സ്പെരിമെന്റ് എന്ന് വിളിക്കും. സിമ്പിൾ അല്ലേ? ആൻഡ് പക്ഷേ ഇത് നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൂടുതൽ ഉള്ളിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ആൻഡ് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? ഇത് തിയറിയാണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാം. ആൻഡ് നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ മെയിൻ ആയിട്ട് സാച്ചുറേഷൻ കറണ്ട് എന്താണ്, മാക്സിമം വാല്യൂ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് സാച്ചുറേഷൻ കറണ്ട്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്താണ്, കറണ്ട് സീറോ ആവുന്ന പൊട്ടൻഷ്യൽ, ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്താണ്,
ആ ഫ്രീക്വൻസിയുടെ മുകളിൽ മാത്രമേ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുള്ളൂ. ത്രഷോൾഡ് വേവ് ലെങ്ത് എന്താണ്, ആ ഫ്രീക്വൻസി ആ വേവ് ലെങ്ത്തിന്റെ താഴെ മാത്രമേ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കൂ. ഈ വാക്ക് ഓർത്തു വെക്കുക. ഹാൾവാക്ക് ലെനാർഡ് എക്സ്പെരിമെന്റ് ടു പ്രൂവ്. എന്ത് പ്രൂവ് ചെയ്യാനാണ്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് പ്രൂവ് ചെയ്യാനാണ്. യെസ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ഒന്ന് ഓർത്തു വെക്കുക. എനർജി ഓഫ് എ ഫോട്ടോൺ രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. വർക്ക് ഫംഗ്ഷൻ കൊടുക്കാൻ ഉപയോഗിക്കും, പ്ലസ് കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഇലക്ട്രോൺസ്. ആൻഡ് ഈ ഇക്വേഷൻസ് ഒക്കെ ഓർത്ത് വെക്കാട്ടോ. എച്ച് ന്യൂ ഈക്വൽ ടു 50 പ്ലസ് ഹാഫ് എം ഇ മാക്സ് സ്ക്വയർ എച്ച് ന്യൂ പ്ലസ് കെ ഇ മാക്സ് എച്ച് സി ബൈ ലാംഡ എച്ച് സി ബൈ ലാംഡ 0 കെ ഇ മാക്സ്. വളരെ ഇമ്പോർട്ടൻറ്റ് ഈ ലാസ്റ്റ് ഇക്വേഷൻ. ഇതൊക്കെ എന്ത് ചെയ്യാം? ഓർത്ത് വയ്ക്കുക. കെ ഇ മാക്സ് ഇ വി 0 ആണെന്ന് ഓർത്ത് വയ്ക്കുക. യെസ്, പിന്നെ ഈ ഒരു സംഭവം ഓർത്ത് വയ്ക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഇതിൽ വരുന്ന മെയിൻ തിയറീസ്. ആൻഡ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ലാസ്റ്റ് ഡീൽ ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 3-4-5 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോവാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് വായിച്ചു. ഒരു ആൽഫ പാർട്ടിക്കിൾ ഉണ്ട്, ഒരു പ്രോട്ടോൺ ഉണ്ട്, ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഹാവിംഗ് ഡി ബ്രോഡ്ലി വേവ് ലെങ്ത്സ് lambda alpha, lambda p, lambda e respectively are moving with the same momentum. ആണ്. അപ്പോൾ വളരെ സിമ്പിൾ ആണ്. ഒരേ മൊമെന്റത്തിൽ ഈ 3 പാർട്ടിക്കിൾസ് മൂവ് ചെയ്യാണ്. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ ഉണ്ട്. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ He24 ആണ്. യെസ്. പ്രോട്ടോൺ ഉണ്ട്, പിന്നെ ആരുണ്ട്? ഇലക്ട്രോൺ ഉണ്ട്. മൂന്നും മൂവ് ചെയ്യുന്നത് ഒരേ മൊമെന്റത്തിലാണ് എങ്കിൽ അവരുടെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ നമ്മൾ ഈ സെയിം മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് ഇതിന്റെ ട്വിസ്റ്റ് കിടക്കുന്നത്. നമ്മൾ എന്താണ് സെയിം പറഞ്ഞ് അത് വരുന്ന ഇക്വേഷൻ എടുക്കണം. അപ്പോൾ മൊമെന്റം വരുന്ന ഒറ്റ ഇക്വേഷനേ ഉള്ളൂ, ലാംഡ ഇസ് ഈക്വൽ ടു h/p. അപ്പൊ ഇവിടെ h കോൺസ്റ്റന്റ്, മൊമെന്റും കോൺസ്റ്റന്റ്. അപ്പൊ മൊമെന്റ് സെയിം ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ലാംഡ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ലാംഡ ആൽഫ ഇസ് ഈക്വൽ ടു ലാംഡ പ്രോട്ടോൺ ഇസ് ഈക്വൽ ടു ലാംഡ ഇലക്ട്രോൺ. സിമ്പിൾ അല്ലേ? ഒന്നുകൂടി പറയാം. നമ്മുടെ തന്നിരിക്കുന്നത് മൊമെന്റം സെയിം ആണെന്നാണ്. അപ്പൊ മൊമെന്റം ഉള്ള ഇക്വേഷൻ നമ്മൾ എടുക്കണം. അപ്പൊ ലാംഡ ഇസ് ഈക്വൽ ടു h/p എടുത്തു. h കോൺസ്റ്റന്റ് ആണ്, p കോൺസ്റ്റന്റ് ആണ്, മൊമെന്റം കോൺസ്റ്റന്റ് ആണ്. പിന്നെ ഇതിൽ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ലാംഡ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ആൽഫ പാർട്ടിക്കിളിന്റെ മൊമെന്റം ഈക്വൽ ടു പ്രോട്ടോണിന്റെ മൊമെന്റം ഈക്വൽ ടു ഇലക്ട്രോണിന്റെ മൊമെന്റം. 3 എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതൊന്ന് ഓർത്ത് വയ്ക്കുക. യെസ്. അപ്പൊ ലാംഡ ആൽഫ ഇസ് ഈക്വൽ ടു ലാംഡ പ്രോട്ടോൺ ഇസ് ഈക്വൽ ടു ലാംഡ ഇലക്ട്രോൺ. അപ്പൊ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. The de Broglie wavelength of a ball of mass 0.12 kilogram is 2.76 into 10 raised to calculate the speed of the ball. Yes. അപ്പോൾ മാസ് തന്നിട്ടുണ്ട് 0.12 കിലോഗ്രാം. ഞാൻ ജസ്റ്റ് ഇതിന്റെ ഒരു ഐഡിയ പറഞ്ഞു. അതിന്റെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് തന്നിട്ടുണ്ട് 2.76 into 10 raised to -34 മീറ്റർ. ലാംഡ തന്നിട്ടുണ്ട്. ആൻഡ് എച്ചിന്റെ വാല്യൂ വന്നിട്ടുണ്ട് 6.625 into 10 raised to -34 ജൂൾ സെക്കൻഡ്. കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ദി ബോൾ. യെസ്. ഇതിനെല്ലാം കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്? സ്പീഡ് കണ്ടുപിടിക്കണം. അപ്പൊ ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ മാസ് ഇൻറ്റു വെലോസിറ്റി. ഈ ഇക്വേഷൻ ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. സിമ്പിൾ അല്ലേ? ഇതിൽ വി സ്പീഡ് ഇസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ എം ലാംഡ ഇസ് ഈക്വൽ ടു എല്ലാം തന്നിട്ടില്ലേ? ഡയറക്റ്റ് ഇട്ട് കൊടുത്തോ. 6.6 into 10 raised to -34 ഡിവൈഡഡ് ബൈ മാസ് എത്ര? 2.76 into 10 raised to -34 into ലാംഡ എത്ര? നമ്മുടെ മാസ് എത്ര? അത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആണ്. മാസ് 0.12 കിലോഗ്രാം. യെസ്. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. ആൻഡ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് കാൽക്കുലേറ്റർ ഉണ്ട്, ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ ചില അപ്രോക്സിമേഷൻസ് നടത്തേണ്ടി വരും. ഇവിടെ 6.6 12 അല്ലെങ്കിൽ 2.76 3 ആയിട്ട് എടുത്താൽ 3 നമ്മുടെ 12ഉം 6ഉം അല്ലെങ്കിൽ ഇതിനെ 3 ആയിട്ട് എടുത്താൽ 2.2 അല്ലേ? 2.6ഉം 3 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 6.6ൽ എത്ര തവണ പോവും? 3 2.2 ടൈംസ് പോവും. 2.2. അപ്പൊ ഇവിടെ 1.2 മുകളിൽ 2.2. അതിന് നമുക്ക് വേണമെങ്കിൽ ഇൻറ്റു 10 ഇത് 1.2 ആക്കാം. 1.2 ഇൻറ്റു 2.4 ആണ്. നമുക്ക് ഏകദേശം 2 ടൈംസ് അല്ലെങ്കിൽ 1.8 ടൈംസ് അപ്രോക്സിമേറ്റ്ലി. ഓക്കെ. അപ്പോൾ എന്ത് വരും? ഇതും കട്ട് ചെയ്ത് പോയി. ആൻസർ എന്ത് വരും? അപ്രോക്സിമേറ്റ്ലി 20 മീറ്റർ പെർ സെക്കൻഡ് വരും. 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുക. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള എന്ത് കിട്ടും? വാല്യൂ കിട്ടും. ഇതൊരു നമ്മുടെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ വർക്ക് ഫംഗ്ഷൻ ഓഫ് എ മെറ്റൽ ഇസ് 6 ഇലക്ട്രോൺ വോൾട്ട്. 6 ഇലക്ട്രോൺ വോൾട്ട് ആണ് വർക്ക് ഫംഗ്ഷൻ.
if two photons each having energy 4 electron volt strike with the metal surface, will the emission be possible? Why? ഒരു മെറ്റൽ ഉണ്ട്, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു മെറ്റലിന്റെ വർക്ക് ഫംഗ്ഷൻ 6 ഇലക്ട്രോൺ വോൾട്ട് തന്നിട്ടുണ്ട്. ഒരു ഫോട്ടോണിന്റെ വർക്ക് എനർജി 4 ഇലക്ട്രോൺ വോൾട്ട് ആണ്. 2 ഫോട്ടോൺ ഓരോന്നും 4 ഇലക്ട്രോൺ വോൾട്ട് ആണ്. നമ്മുടെ മെറ്റൽ സർഫസിൽ വന്ന് ഇൻസിഡന്റ് ചെയ്തു. എമിഷൻ നടക്കുമല്ലോ? എമിഷൻ നടക്കില്ല. കാരണം എപ്പോഴേ എമിഷൻ നടക്കുള്ളൂ? when energy of the photon is greater, നമ്മൾ പറഞ്ഞിട്ടുണ്ട് മിനിമം എനർജി റിക്വയർഡ് ടു ഫ്രീ ആൻ ഇലക്ട്രോൺ ഫ്രം മെറ്റൽ സർഫസ് ആണ് വർക്ക് ഫംഗ്ഷൻ. അപ്പൊ 4 ഇലക്ട്രോൺ ഉള്ള ഫോട്ടോൺ വന്ന് ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ 6 ഇലക്ട്രോൺ വർക്ക് ഫംഗ്ഷനിൽ ഒരു മെറ്റലിന് ഇലക്ട്രോൺ പുറത്തേക്ക് ചാടില്ല. കാരണം എനർജി ഓഫ് ഫോട്ടോൺ എന്തിനേക്കാൾ കൂടുതലായിരിക്കണം? വർക്ക് ഫംഗ്ഷനേക്കാൾ കൂടുതലായിരിക്കണം, എങ്കിലേ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇത് 8 ഇലക്ട്രോൺ വോൾട്ട് വന്നാൽ ഇവിടെ ഇലക്ട്രോൺ പുറത്തേക്ക് ചാടും. പക്ഷേ ഇത് 4 ചേർന്ന് 8 6 ഇലക്ട്രോൺ വോൾട്ട് ഉള്ള വർക്ക് ഫംഗ്ഷൻ ഉള്ള മെറ്റലിന് ചാടിക്കുമോ എന്ന് ചോദിച്ചാൽ ചാടിക്കില്ല. 2 കൂട്ടിയിട്ടൊന്നും ഒരിക്കലും എന്ത് ചെയ്യരുത്, ചാടിക്കും എന്ന് പറയരുത്. ഒരു ഫോട്ടോന്റെ എനർജി എന്തിനേക്കാൾ കൂടുതലായിരിക്കണം? വർക്ക് ഫംഗ്ഷനേക്കാൾ കൂടുതലായിരിക്കണം. അപ്പൊ ഇവിടെ 4 ഇലക്ട്രോൺ വോൾട്ടേ ഉള്ളൂ, അത് <6 അല്ലേ, അത് < വർക്ക് ഫംഗ്ഷൻ അല്ലേ. അപ്പൊ ഒരിക്കലും എന്ത് നടക്കില്ല? വർക്ക് ഫംഗ്ഷൻ നമ്മുടെ ഇലക്ട്രോൺ പുറത്തേക്ക് ചാടില്ല. ഇനി ഇതൊരു 8 ആയിരുന്നെങ്കിൽ ചാടും, ഇതൊരു 7 ആയിരുന്നെങ്കിൽ ചാടും. മനസ്സിലായോ? അപ്പോ ദി എനർജി ഓഫ് എ ഫോട്ടോൺ, സിംഗിൾ ഫോട്ടോൺ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ വർക്ക് ഫംഗ്ഷൻ, ദെൻ ഓൺലി എമിഷൻ ഒക്കേഴ്സ്. അതാണ് ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ, ദ വേവ്സ് അസോസിയേറ്റഡ് വിത്ത് മാറ്റർ ഇസ് കോൾഡ് മാറ്റർ വേവ്സ്. ലെറ്റ് ലാംഡ ഇ ലാംഡ പി de Broglie wavelength associated with the electron and proton ആണ്. if they are accelerated by same potential, then yes electron ഉണ്ട്, proton ഉണ്ട്, അവരെ സെയിം പൊട്ടൻഷ്യലിൽ ആക്സലറേറ്റ് ചെയ്യിച്ചു എങ്കിൽ എന്താണ് ഈ റിലേഷനിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. സെയിം പൊട്ടൻഷ്യലിലൂടെ അവരെ ആക്സലറേറ്റ് ചെയ്യിപ്പിച്ചു. അപ്പൊ പൊട്ടൻഷ്യൽ വരുന്ന ഇക്വേഷൻ അപ്പൊ എന്ത് വരും? ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2m3v അല്ലെ. ഇനി ഇവിടെ കോൺസ്റ്റന്റ് അതിനൊക്കെ ഞാൻ ഒഴിവാക്കി, എച്ച് കോൺസ്റ്റന്റ്, വി കോൺസ്റ്റന്റ്, 2 കോൺസ്റ്റന്റ് അല്ലെ. യെസ്, ഇവിടെ ചാർജ് ഓഫ് ഇലക്ട്രോൺ, ചാർജ് ഓഫ് പ്രോട്ടോൺ, അതും നമുക്ക് എന്ന് പറയാം? കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞൂടെ? പറയാം, നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. കാരണം രണ്ടിന്റെയും ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? സെയിം ആണ്, 1.6 × 10⁻⁻19 കൂളംബാണ്. ഫണ്ടമെന്റൽ ചാർജ് ആണ്. അപ്പൊ ക്യൂം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ലാംഡ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് m എന്ന് എഴുതിക്കൂടെ? ദാറ്റ് മീൻസ് ഇവിടെ നമുക്കറിയാം മാസ് ഓഫ് പ്രോട്ടോൺ എത്രയാണ്? 1.67262 × 10⁻⁻27 കിലോഗ്രാം ആണ് മാസ് ഓഫ് പ്രോട്ടോൺ. മാസ് ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? മാസ് ഓഫ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു 9.1 × 10⁻31 കിലോഗ്രാം ആണ് മാസ് ഓഫ് ഇലക്ട്രോൺ. ഹിയർ ഇവിടെ നമുക്ക് എവിഡന്റ് ആണ് എന്ത്? മാസ് ഓഫ് പ്രോട്ടോൺ ഇസ് ഗ്രേറ്റർ ദാൻ മാസ് ഓഫ് ഇലക്ട്രോൺ. Therefore നമുക്ക് എന്ത് പറയാം? വേവ് ലെങ്ത് ഓഫ് പ്രോട്ടോൺ ഇസ് ലെസ് ദാൻ വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോൺ. ലാംഡ പി ഇസ് ലെസ് ദാൻ ലാംഡ ഇ, ഓർ ലാംഡ ഇ ഗ്രേറ്റർ ദാൻ ലാംഡ പി. ഇതാണ് കറക്റ്റ് അല്ലേ? കാരണം നമ്മൾ സെയിം വരുന്നതിനൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. പൊട്ടൻഷ്യൽ സെയിം ആണ്, ക്യൂ സെയിം ആണ്, then h സെയിം ആണ്, 2 സെയിം ആണ്. അപ്പൊ ലാംഡ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് m എന്ന് കിട്ടി. മാസ് ഓഫ് പ്രോട്ടോൺ ഈസ് ഗ്രേറ്റർ ദാൻ മാസ് ഓഫ് ഇലക്ട്രോൺ ആണെന്ന് നമുക്കറിയാം. അപ്പൊ അതിന് നേരെ ഇൻവേഴ്സ് ആയിട്ട് ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് മാറും. ദാറ്റ് മീൻസ് ലാംഡ പി ഈസ് ലെസ് ദാൻ ലാംഡ ഇ. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആണ്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രോൺ ക്യാൻ അണ്ടർഗോ ഡിഫ്രാക്ഷൻ ജസ്റ്റ് ലൈക്ക് വേവ്സ്. ശരിയാണ്, ഇലക്ട്രോൺ വേവ് നേച്ചർ ഉണ്ട്. യെസ്, വാട്ട് ഈസ് എ വേവ് ലെങ്ത് ഓഫ് എൻ ഇലക്ട്രോൺ ആക്സിലറേറ്റിംഗ് ഇൻ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 54 വോൾട്ട്? യെസ്, ഒരു 54 വോൾട്ടിലൂടെ മൂവ് ചെയ്യുന്ന ഒരു ഇലക്ട്രോൺ വേവിന്റെ വേവ് ലെങ്ത് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. നമ്മൾ 2 ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. 150/v ആങ്സ്ട്രോം, ഒന്നില്ലെങ്കിൽ ഇതിലിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ 12.27 ഡിവൈഡഡ് ബൈ √54 ആങ്സ്ട്രോം. സിമ്പിൾ അല്ലേ? ഇതിലിട്ട് കൊടുത്താലും നമുക്ക് എന്ത് കിട്ടും? ഉത്തരം കിട്ടും. ഇതിന്റെ അവിടെയും നമുക്ക് 54 ഇട്ട് കൊടുക്കാം, ഉത്തരം കിട്ടും. അതായിരിക്കും നമ്മുടെ ആൻസർ. ആങ്സ്ട്രോമിലായിരിക്കും നമ്മുടെ ആൻസർ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ, when light falls on a certain metals, photoelectrons are generated. Express this phenomenon in terms of an equation. Simple equation ആണ്. ഐൻസ്റ്റീന്റെ ഫോട്ടോഇലക്ട്രിക് ഇക്വേഷനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ് ഇക്വേഷൻ? എനർജി ഓഫ് എ ഫോട്ടോൺ ഈസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ ഓഫ് ദി മെറ്റൽ പ്ലസ് KE max, maximum emitted electron kinetic energy. Explain the terms. ഇതെന്താ? എനർജി ഓഫ് ഫോട്ടോൺ
അല്ലെ? ഇതിന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? നമ്മുടെ തലയിൽ കേറിയില്ലേ? കേറി. φ0 എന്താ? വർക്ക് ഫംഗ്ഷൻ. ആൻഡ് ഇതെന്താ? ഇലക്ട്രോൺ എനർജി, കൈനറ്റിക് എനർജി. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൂടി വെച്ചോ, സിമ്പിൾ ആണ്. യെസ്. വർക്ക് ഫംഗ്ഷൻ ഓഫ് എ മെറ്റൽ ഈസ്, അടുത്ത ക്വസ്റ്റ്യൻ. വർക്ക് ഫംഗ്ഷൻ ഓഫ് എ മെറ്റൽ ഈസ് ദ മിനിമം എനർജി റിക്വയർഡ് ബൈ എൻ ഇലക്ട്രോൺ ടു എസ്കേപ്പ് ഫ്രം ദി മെറ്റൽ സർഫസ്. ഓക്കെ, സിമ്പിൾ അല്ലേ? It is a minimum energy required by an electron to escape from the metal surface. Okay. Write Einstein's photoelectric equation and explain its terms. നമ്മൾ already ചെയ്തു. All photoelectrons are not emitted with same energy as incident photons. സ്വാഭാവികമല്ലേ, കുറച്ച് എനർജി വർക്ക് ഫംഗ്ഷൻ കൊടുക്കില്ലേ? Some energy is used for work function. മെറ്റലിന് വർക്ക് ഫംഗ്ഷൻ കൊടുക്കണ്ടേ? അപ്പൊ അതിനു വേണ്ടി കൊടുക്കുമ്പോൾ ഇൻസിഡന്റ് ചെയ്യുന്ന ഫോട്ടോൺസിന്റെ അതേ എനർജിയിൽ, കൈനറ്റിക് എനർജിയിൽ നമ്മുടെ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യോ? അല്ല. കാരണം എന്താ? h nu is equal to φ0 plus k max അല്ലേ? ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. ഇങ്ങനെ ഒരു സാധനം ഉള്ളപ്പോൾ h nu k max ന് ഒരിക്കലും ഈക്വൽ ആവില്ലല്ലോ. വർക്ക് ഫംഗ്ഷന് കുറച്ച് എനർജി കൊടുക്കണമല്ലോ. സിമ്പിൾ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിസ്? ഡി ബ്രോഗ്ലി ഹൈപ്പോത്തസിസ് എന്താ പറയുന്നത്? മാറ്റർ പാർട്ടിക്കിൾസ് ലൈക്ക് ഇലക്ട്രോൺ, പ്രോട്ടോൺ എക്സെട്ര എക്സിബിറ്റ് വേവ് നേച്ചർ. ദിസ് ഇസ് കോൾഡ് de Broglie hypothesis. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുക? de Broglie hypothesis എന്ന് വിളിക്കുക. സിമ്പിൾ അല്ലേ? these waves are called matter waves or de Broglie waves. these waves are called matter waves അല്ലെങ്കിൽ de Broglie waves. yes, this is de Broglie hypothesis. write the formula of de Broglie wavelength. നമ്മൾ de Broglie wavelength ഒരു ഫോർമുല എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര ഫോർമുല വേണം? lambda is equal to h by p, h by mv, h by root 2 me, h by root ഇവിടെ എഴുതാം h by root 2 m q v. എത്ര ഫോർമുല വേണം നിങ്ങൾക്ക്? എത്ര വേണമെങ്കിലും എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ de Broglie wavelength associated by electron accelerated to a potential difference of 100 volt. എന്തിനാണ് ഇതിന്റെ ആവശ്യം? സിമ്പിൾ അല്ലേ? ഇലക്ട്രോൺ ആണെങ്കിൽ 12.27 ഡിവൈഡഡ് ബൈ റൂട്ട് 100 ആങ്സ്ട്രോം. ഉത്തരം 12.27 by 10 ആങ്സ്ട്രോം. ഉത്തരം 1.227 ആങ്സ്ട്രോം. സിമ്പിൾ അല്ലേ? 100 തന്നുകൊണ്ട് ഈസി ആയി. സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ? ഇതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ മിസ്റ്റേക്ക് ചെയ്യാൻ തന്നിരിക്കുകയാണ്. അതിന്റെ ആവശ്യമുണ്ടോ? ഇവിടെ ഉപയോഗിക്കേണ്ട ഒരു കാര്യവും ഇല്ല. When photons incident on a metal surface, electric current is produced. The work function of metal is given by yes. Okay. ഇതിലൊന്നും ചോദിച്ചിട്ടില്ല. ഓക്കെ, ജസ്റ്റ് ഒരു അടുത്ത ക്വസ്റ്റ്യൻ ഒരു സംഭവമാണ്. The graph given below shows the variation in stopping potential V with frequency nu of incident radiation of the materials A and B. A ന്റെയും B ന്റെയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഫ്രീക്വൻസിയും തമ്മിലുള്ള ഗ്രാഫാണ്. യെസ്. വിച്ച് ഓഫ് മെറ്റീരിയൽ ഹാസ് ഹയർ വർക്ക് ഫംഗ്ഷൻ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഞാൻ പറഞ്ഞു, ഇത് nu0 ഡാഷ് ആണ്, ഇത് nu0 ആണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് തന്നെ നോക്കിയാൽ മനസ്സിലാവും nu0 ഡാഷ് ഗ്രേറ്റർ ദാൻ nu0 അല്ലെ? therefore വർക്ക് ഫംഗ്ഷൻ ആർക്കാ കൂടാ? വർക്ക് ഫംഗ്ഷൻ ഇക്വേഷൻ എന്താ? h nu0 അല്ലേ? അപ്പൊ nu0 ആർക്കാണ് കൂടിയെങ്കിൽ അവർക്ക് വർക്ക് ഫംഗ്ഷൻ കൂടില്ലേ? therefore φ0 of A greater than φ0 of B ആയിരിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് മെറ്റീരിയൽ ഇസ് മോർ ഫോട്ടോ സെൻസിറ്റീവ്? ഏത് മെറ്റീരിയൽ ആണ് കൂടുതൽ ഫോട്ടോ സെൻസിറ്റീവ്? സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം ബി ആണ് മോർ ഫോട്ടോ സെൻസിറ്റീവ്. കാരണം പെട്ടെന്ന് തന്നെ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും ബിയിൽ നിന്ന്. കാരണം അതിന്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസി കുറവല്ലേ? ഇത് ഇവിടെ അല്ലേ? ത്രെഷോൾഡ് ഫ്രീക്വൻസി കുറവായതുകൊണ്ട് ബി ഈസ് മോർ ഫോട്ടോ സെൻസിറ്റീവ്. ഹിയർ ത്രെഷോൾഡ് ഫ്രീക്വൻസി ഓഫ് ബി ഈസ് ലോ, therefore it is more photosensitive. അതിന്റെ ഫോട്ടോ സെൻസിറ്റിവിറ്റി കൂടുതലായിരിക്കും. വളരെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഹാപ്പൻസ് ടു സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ് വെൻ ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ ഇൻക്രീസസ്? നമ്മളിപ്പോ പഠിച്ചിട്ടുള്ളൂ എന്ത്? ഇന്റൻസിറ്റി മാറിയാലും വേണ്ടില്ല, ഫ്രീക്വൻസി മാറിയാലും വേണ്ടില്ല, എന്ത് മാറിയാലും വേണ്ടില്ല, ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എപ്പോഴും എന്തിന് ഈക്വൽ ആയിരിക്കും? h/e ഈക്വൽ ആയിരിക്കും. സ്ലോപ്പ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടല്ലേ ഉള്ളൂ. ഇന്റൻസിറ്റി മാറിയാലും വേണ്ടില്ല, ഫ്രീക്വൻസി മാറിയാലും വേണ്ടില്ല. യെസ്, സിമ്പിൾ അല്ലേ? സിമ്പിൾ. റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ്. ആൽബർട്ട് ഐൻസ്റ്റീൻ, ഗ്രേറ്റ് ഫിസിസിസ്റ്റ്, പ്രപ്പോസ് എ ക്ലിയർ പിക്ചർ ഓഫ് എക്സ്റേ. നമുക്കറിയാം. Explain Einstein's photoelectric equation. h nu is equal to φ0 work function plus maximum kinetic energy of emitted electrons. Where equations h nu is equal to h nu0 plus k max. അല്ലെ? ഐൻസ്റ്റീന്റെ ഫോട്ടോഇലക്ട്രിക് ഇക്വേഷൻ എങ്ങനെ വെച്ചാലും എഴുതാൻ പറ്റും. hc by lambda is equal to hc by lambda 0 plus k max. ഒരു ഇക്വേഷൻ കൂടി എഴുതിക്കോ. h nu is equal to φ0 plus ev0. Yes,
ഇത് അടുത്ത ഇക്വേഷൻ. നെയിം ദ ക്വാണ്ട ഓഫ് ലൈറ്റ്. ആ ക്വാണ്ട ഓഫ് ലൈറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫോട്ടോൺ. എല്ലാ തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട്, എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇലക്ട്രോൺ വോൾട്ട്. Name, find the momentum, speed of electrons. Wave nature of electrons, resisting matter. We find the momentum, speed and de Broglie wavelength of an electron with kinetic energy 120 electron volt. Simple ആണ്. Kinetic electronന്റെ നമ്മുടെ മൊമെന്റം കണ്ടുപിടിക്കണം, പിന്നെ കണ്ടുപിടിക്കണം, സ്പീഡ് കണ്ടുപിടിക്കണം, de Broglie മൊമെന്റം എങ്ങനെ കണ്ടുപിടിക്കാം? √2m into kinetic energy. Yes, √2m into √2 into ഇലക്ട്രോണിന്റെ മാസ് 9.1 into 10 raised to minus 31 into എനർജി 120 ഇലക്ട്രോൺ വോൾട്ട്. ഒരു ഇലക്ട്രോൺ വോൾട്ട് എത്ര ജൂൾ ആണ്? ഒരു ഇലക്ട്രോൺ വോൾട്ട് 1.6 into 10 raised to minus 19 ജൂൾ ആണ്. സിമ്പിൾ, ഓർത്ത് വെച്ചോ. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്ത് വരും? 1.6 into 10 raised to minus 19 ജൂൾ. യെസ്, സിമ്പിൾ അല്ലേ? യെസ്, നമുക്കിവിടെ സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാം. 12 into 2 24, 25 ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 5 പുറത്തെടുക്കാം. നമുക്ക് അങ്ങനെ എടുക്കാം, ഒരു വിരോധവും ഇല്ല. എന്ത് വരും? ഞാൻ ഇവിടെ ഒന്ന് മാറ്റി 12 into 2 25 ഞാൻ എഴുതി, കുഴപ്പമില്ലല്ലോ. ഇൻറ്റു 9.1 9 എഴുതി, ഇൻറ്റു 10 raised to minus 31 ഇൻറ്റു ഞാനൊരു 16 ഞാൻ ഈ 0നെ 1.6 കൊടുത്ത് അതിനെ ഞാൻ എന്താക്കി? 16 ആക്കി. ഞാൻ 1.6 0 കൊടുത്ത് 16 ആക്കി. ഇൻറ്റു 10 raised to minus 19. ആൻഡ് സിമ്പിൾ ആയിട്ട് ചെയ്യാം. 25ന്റെ റൂട്ട് 5 ഇൻറ്റു 9ന്റെ റൂട്ട് 3 ഇൻറ്റു 16ന്റെ റൂട്ട് 4 ഇൻറ്റു റൂട്ട് 10 raised to minus 31 ഇൻറ്റു 10 raised to minus 19 31 10 41 9 50 അതിന്റെ റൂട്ട് 25 10 raised to minus 25 അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പൊ 5 ഇൻറ്റു 3 15 15 ഇൻറ്റു 4 60 ഇൻറ്റു 10 raised to minus 25. അതാണ് എൻ്റെ മൊമെന്റം. യെസ്, ഇനി വെലോസിറ്റി എനിക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കാം? മൊമെന്റം അറിയെങ്കിൽ സ്പീഡ് കണ്ടുപിടിച്ചൂടെ? മൊമെന്റം ഈസ് ഈക്വൽ ടു mv അല്ലേ? അപ്പോൾ v ഈസ് ഈക്വൽ ടു മൊമെന്റം ബൈ മാസ് അല്ലേ? അങ്ങനെ എനിക്ക് സ്പീഡ് കണ്ടുപിടിക്കാം. നിങ്ങൾ കണ്ടുപിടിച്ചോ. ആൻഡ് കൈനറ്റിക് എനർജി വേവ് ലെങ്ത് ലാംഡ ഈസ് ഈക്വൽ ടു h ബൈ p അല്ലേ? വളരെ ഈസി ആയിട്ട് 6.6 ഇൻറ്റു 10 raised to minus 34 ഡിവൈഡഡ് ബൈ p 60 ഇൻറ്റു 10 raised to minus 25. ഈസി ആയിട്ട് എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? ലാംഡ കണ്ടുപിടിക്കാം അല്ലേ? ഈസി അല്ലേ? അപ്പൊ ഇത് മൂന്നും വളരെ സിമ്പിൾ ആയിട്ട് എനിക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, നെയിം ദ സയന്റിസ്റ്റ് ഹു പുട്ട് ഫോർവേഡ് വേവ് ലൈക്ക് പ്രോപ്പർട്ടീസ് കാണിക്കും. അതിന്റെ സയന്റിസ്റ്റിന്റെ പേര് ഡി ബ്രോഗ്ലി ആണ്, എനിക്കറിയാം, ഡി ബ്രോഗ്ലി. വിച്ച് എക്സ്പെരിമെന്റ് എസ്റ്റാബ്ലിഷ് ദ വേവ് നേച്ചർ ഓഫ് ലൈറ്റ്? ഞാൻ പറഞ്ഞു ഡേവിസൺ ആൻഡ് ജെർമർ അല്ലെ? ഡേവിസൺ ആൻഡ് ജെർമർ എക്സ്പെരിമെന്റ് ആണ് നമുക്ക് വേവ് നേച്ചർ ഓഫ് ലൈറ്റ് നമുക്ക് പ്രൂവ് ചെയ്ത് തന്നത് അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. യെസ്, സെയിം ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രോണിന്റെ എന്താ ലാംഡ ഇസ് ഈക്വൽ ടു 12.27 ഡിവൈഡഡ് ബൈ √2v ആംഗ്സ്ട്രോം. യെസ്, calculate the frequency associated with the photon of energy. Okay, photon energy കാണാനുള്ള ഇക്വേഷൻ എന്താ? E is equal to h. ഫ്രീക്വൻസി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. photon of energy 3.3 into 10 raised to minus 20 joule. അപ്പോൾ എനർജി വന്നിട്ടുണ്ട് 3.3 into 10 raised to minus 20 equal to 6.6 into 10 raised to minus 34 into nu. അപ്പോൾ nu is equal to എന്ത് വരും? 3.3 into 10 raised to minus 20 divided by 6.6 into 10 raised to minus 34. 3.3 6.6 2 times 1 by 2 0.5 into 10 raised to minus 20 10 raised to 34 മുകളിൽ കയറി എന്ത് വരും? 14. 0.5 into 10 raised to 14 hertz അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. യെസ്, who introduced the concept of photon? Einstein. Simple ആണ്. Photon is a quanta of light. Who introduced the concept of photon? Einstein. Effect of intensity and energy of incident radiation on photoelectric current. ഇന്റൻസിറ്റി എങ്ങനെ മാറുന്നുണ്ട് എന്നുള്ള ഗ്രാഫ് നമ്മൾ പഠിച്ചു. ഇന്റൻസിറ്റി മാറുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇന്റൻസിറ്റി. ആൻഡ് കൈനറ്റിക് എനർജി സെയിം. കൈനറ്റിക് എനർജി നമ്മുടെ ഫ്രീക്വൻസി ഗ്രാഫ് നമുക്കറിയാം, സെയിം. ഇതൊക്കെ നമ്മൾ വരച്ചതാണ്, വളരെ സിമ്പിൾ ആണ്. യെസ്, 1921 ഐൻസ്റ്റീൻ ഗോട്ട് നൊബേൽ പ്രൈസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് വരയ്ക്കാനാണ്. ഡ്രോ ദി ഗ്രാഫ് ടു ഷോ ദ വേരിയേഷൻ ഓഫ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വിത്ത് ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. ഏത് ഗ്രാഫാണ്? ദാ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഫ്രീക്വൻസി ഗ്രാഫ്, ഈ ഗ്രാഫ് അല്ലെ? ആൻഡ് ഹൗ ദ വാല്യൂ ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ക്യാൻ ബി ഡിറ്റർമിൻ ഫ്രം ദി ഗ്രാഫ്. നമ്മൾ പറഞ്ഞു ഇവിടെ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു എന്താണ്? h ബൈ e ആണ്. അപ്പൊ h ഈസ് ഈക്വൽ ടു എന്താണ്? സ്ലോപ്പ് ഇൻറ്റു e ആണ്. സിമ്പിൾ അല്ലേ? ഈ ഗ്രാഫ് നമുക്കറിയാം. ഫോർ എ മെറ്റീരിയൽ എ ഫോർ എ മെറ്റീരിയൽ ബി എന്ന് പറഞ്ഞ് നമ്മൾ വരച്ചിട്ടില്ലേ? അത് വരച്ചാൽ മതി.
സിമ്പിൾ ഗ്രാഫാണ്. യെസ്, അപ്പൊ ഇങ്ങനെയുള്ള ഇതൊരു ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ ഇസ് എ ഗ്രാഫ് ബിറ്റ്വീൻ ഫ്രീക്വൻസിയോ, മറ്റേത് സെയിം കോൺസെപ്റ്റുകളാണ് പറയുന്നത്, ഒരേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾക്ക് അറിയാൻ പറ്റും, ചെയ്യാൻ പറ്റും. യെസ്, അടുത്തൊരു ഗ്രാഫ് ഗിവൺ ബിലോ ഇസ് എ ഗ്രാഫ് ബിറ്റ്വീൻ എനർജി ആൻഡ് ഫ്രീക്വൻസി. ഡിഫൈൻ ദ ടേം വർക്ക് ഫംഗ്ഷൻ ആൻഡ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം വർക്ക് ഫംഗ്ഷൻ എന്താ, മിനിമം എനർജി റിക്വയർഡ് ടു ഫ്രീ ആൻ ഇലക്ട്രോൺ ഫ്രം എ മെറ്റൽ സർഫസ്. ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്താ, ദ മിനിമം ഫ്രീക്വൻസി above which photoelectric emission occurs. Find the value of threshold frequency and work function from the graph. Threshold frequency ഇതാ ഇത് എത്രയാ, 10 into 10 raised to 14 hertz. അതാണ് എന്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസി. എന്താണ് എന്റെ പിന്നെന്താ ഗ്രാഫ്, വർക്ക് ഫംഗ്ഷൻ സിമ്പിൾ അല്ലേ, Φ0 is equal to h nu 0 അല്ലേ. അപ്പൊ 6.6 into 10 raised to minus 34 into 10 into 10 raised to 14. ആൻസർ എന്താ, 66 into 10 raised to 14 30 4 പോയി 30 20. യെസ്, -20. സിമ്പിൾ അല്ലേ, വർക്ക് ഫംഗ്ഷൻ ഇത്ര ജൂളാണ്, സിമ്പിൾ ആയിട്ട് കിട്ടും. ആൻഡ് ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ഗ്രാഫിന്റെ ക്വസ്റ്റ്യൻ. ഫോളോയിങ് ഗ്രാഫ് ഈസ് ഒബ്റ്റെയിൻഡ് ഇൻ എക്സ്പെരിമെന്റ്. Which characteristics of incident radiation is kept constant? നമ്മൾ പറഞ്ഞതാണ് ഇന്റൻസിറ്റി മാറുന്ന ഗ്രാഫിൽ ആരാണ് കോൺസ്റ്റന്റ്, ഫ്രീക്വൻസി ആയിരിക്കും കോൺസ്റ്റന്റ് അല്ലേ. നമ്മൾ പറഞ്ഞിട്ടില്ലേ ഇന്റൻസിറ്റി മാറുന്ന ഗ്രാഫിൽ ആരായിരിക്കും കോൺസ്റ്റന്റ്, നമ്മുടെ ഫ്രീക്വൻസി ആയിരിക്കും കോൺസ്റ്റന്റ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. പക്ഷെ എല്ലാം എന്താണ്, റിപ്പീറ്റഡ് ആണ്, കുറച്ച് കോൺസെപ്റ്റുകൾ മാത്രമുള്ള കുഞ്ഞി ചാപ്റ്റർ ആണ് ഇത്. അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യുക. ഞാൻ ഫസ്റ്റ് തിയറി പറഞ്ഞു, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞു, ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആണ്, ഒരേ ഐഡിയ ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൽ ഒന്ന് കമന്റ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യാം, അതിനെന്ത് ചെയ്യാം, ഉത്തരങ്ങളുമായിട്ട് ഒരു വീഡിയോ ആയിട്ട് വരും. അപ്പൊ നന്നായിട്ട് പഠിക്കുക. ഈ ചാപ്റ്റർ ഒരു കുഞ്ഞു ചാപ്റ്റർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ചാപ്റ്ററിൽ ഇത്ര ക്വസ്റ്റ്യൻസുകളേ ഉള്ളൂ. സിമ്പിൾ ചാപ്റ്റർ ആണ്, ആറ്റംസും ന്യൂക്ലിയസും പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ ചാപ്റ്റർ ആണ്. അപ്പൊ നന്നായിട്ട് പഠിക്കുക. അടുത്ത സെമി കണ്ടക്ടർ നമ്മൾ എടുത്തു എന്ന് തോന്നുന്നു. സെമി കണ്ടക്ടറുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ലൈവിൽ വരാം. കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നന്നായിട്ട് പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. എക്സാമിന്റെ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സുഖമായിട്ട് കടന്നുറങ്ങുക. ഇപ്പൊ വേണമെങ്കിൽ കുറച്ച് എന്ത് ചെയ്യാം, ഇഷ്ടപ്പെട്ട് ഉറക്കൊഴിച്ച് പഠിക്കാം. എക്സാമിന്റെ ടൈമിൽ ഉറക്കം ഒഴിക്കരുത്. ഇപ്പൊ വേണമെങ്കിൽ ആ ഉറക്കൊഴിക്കലൊക്കെ ഇപ്പൊ ചെയ്യാം. നന്നായിട്ട് പഠിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു രാത്രി നേരുന്നു. ഗുഡ് നൈറ്റ്. ഓക്കെ.